താങ്ക് യു സാർ. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് തോന്നുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാമല്ലോ? സ്ലൈഡ് എല്ലാം വിസിബിൾ ആണല്ലോ? കുഴപ്പമില്ല. കേൾക്കാം ഓക്കെ കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പോ കൂടുതൽ വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് സാർ തന്നത്. അതിനെല്ലാം പ്രത്യേകം നന്ദി. അതോടൊപ്പം ഇത്രയും ആളുകൾ ഇന്ന് ഈ വെബിനാർ കേൾക്കാനായിട്ട് ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്രയധികം ആളുകൾക്ക് ഈ ഒരു ചെറിയ ഗ്രൂപ്പിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 72 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പൊതുവെ നമ്മുടെ നാട്ടിലെ വലിയ ജീവികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഈ മാമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ്, ഈ 3 മേഖലകളിലാണ് കൂടുതലും ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ചെറിയ ജീവജാലങ്ങളെ കുറിച്ച് അറിയാൻ വളരെ കുറച്ച് പേർക്കേ താല്പര്യമുള്ളൂ. അതിനൊരു കാരണം ചെറിയ ജീവജാലങ്ങളെ കുറിച്ച് അധികം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം അധികം പേര് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് ചിലപ്പോൾ നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. എൻ്റെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനെല്ലാം തുടങ്ങിയത് ബേർഡ്സിൽ നിന്നും ബട്ടർഫ്ലൈസിൽ നിന്നും മാമൽസ് ഒക്കെ സ്റ്റഡി ചെയ്ത് അവസാനമാണ് ഞാൻ സ്പൈഡറിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷനിൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയൊരു ചോദ്യം, 2 കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ എട്ടുകാലിയെ കുറിച്ചാണല്ലോ പറയുന്നത്. ഈ 8 കാലിക്ക് 8 കാലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ഈ 8 കാലുള്ളത് കൊണ്ടുള്ള പ്രയോജനം? ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു, അല്ലെങ്കിൽ വോയിസിലോ കമന്റ് ബോക്സിലോ കിട്ടാലും മതി, ഞാനത് വായിച്ചോളാം. 8 കാല് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ നിങ്ങൾക്ക്. ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയേ. 8 കാല് കൊണ്ടുള്ള ആരെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നത് നന്നായിരിക്കും. ആ അനൂജ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലേ? ഞാൻ 2 ചോദ്യങ്ങളെ ചോദിക്കുന്നുള്ളൂ, ബാക്കിയൊന്നും പിന്നെ ചോദ്യമേ ഇല്ല കേട്ടോ. മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ഒരാൾ ഉത്തരം എഴുതിയിട്ടുണ്ട്. ശരിയാണ്, മൂവ്മെന്റ് തന്നെയാണ്. കാരണം നമ്മള് 8 കാലുള്ള മറ്റ് ജീവജാലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. 8 കാലുള്ളത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം ഏത് പ്രതലത്തിൽ കൂടിയും ഏത് സർഫസിൽ കൂടിയും അതിന് പോകാൻ പറ്റും. ഇപ്പൊ ഒരു ഉരുളൻ കല്ല് കണ്ട ആ ഉരുളൻ കല്ലിന്റെ മേലെ കൂടി അതിന് 8 കാലുള്ളതുകൊണ്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഈ മൂണിലൊക്കെ വാഹനങ്ങളൊക്കെ അയക്കുമ്പോൾ 6 ടയറുള്ള വാഹനങ്ങളാണ് സാധാരണ കാരണം ആ ടയറിന്റെ വീലിന്റെ നമ്പർ കൂടുന്തോറും അതിന് റഫ് സർഫസിൽ കൂടി പോകാനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അത് തന്നെയാണ് 8 കാലിയുടെ കേസിലും. അപ്പൊ അത് 8 കാല് കൊടുത്തിരിക്കുന്നത് ഏത് പ്രതലത്തിൽ കൂടി പ്രത്യേകിച്ച് അത് തന്നെ നിർമ്മിക്കുന്ന വലകളുണ്ടല്ലോ, വെബ്, അതിൽ കൂടി പോകണമെങ്കിൽ 8 കാല് തന്നെ വേണം. നമ്മൾ 2 കാല് കൊണ്ടോ 4 കാല് കൊണ്ടോ ഒക്കെ ഒരു വലയിൽ കൂടി സഞ്ചരിക്കാൻ പോയാൽ മിക്കവാറും അതിൽ ട്രാപ്ഡ് ആയി പോകും. അതാണ് ഇൻസെക്റ്റ് ഒക്കെ പെട്ടെന്ന് ട്രാപ്പ് ആയി പോകുന്നത്. രണ്ടാമതൊരു ചോദ്യമുണ്ട്, 8 കാലിക്ക് എത്ര കണ്ണുണ്ട്? അറിയാവുന്നവർക്ക് ഇവിടെ കമന്റിലോ വോയിസിലോ ഒക്കെ പറയാം. എത്ര കണ്ണ് 8 കാലിക്കുണ്ട്? 8 കാലുണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് 8 കാലി എന്ന് വിളിക്കുന്നത്. ഇനി എത്ര കണ്ണ് 8 കാലിക്കുണ്ട്? 4 ഐസ് എന്നാണ് പറഞ്ഞത്. ഇനി അതിൽ കൂടുതൽ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ പറയാം. ചിലവർ 8 or 6 എന്ന് എഴുതിയിട്ടുണ്ട്, ചിലവർ 8 ജനറലി 8 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ ഞാൻ കൂടുതൽ, കാരണം 8 കാലിക്ക് അവസാനം പറഞ്ഞ ഉത്തരം കറക്റ്റാ. ഏകദേശം ഭൂരിഭാഗം 8 കാലിക്കും 8 കണ്ണ് തന്നെയാണ്. വളരെ കുറച്ച് 8 കാലികൾക്ക് 6 കണ്ണും ചിലതിന് 6 കുറവ് കണ്ണുകളുള്ളതുകൊണ്ട്. ഈ 8 കണ്ണുള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ 8 കണ്ണ്? 8 കണ്ണില് ആദ്യത്തെ 2 കണ്ണുകൾ മാത്രമാണ് പ്രധാനമായിട്ടും മെയിൻ ഐസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതാണ് എന്റെ മെയിൻ വിഷൻ കൊടുക്കുന്നത്. നിങ്ങൾ ജമ്പിങ് സ്പൈഡർ എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ആദ്യത്തെ 2 ഐസാണ് മെയിൻ ആയിട്ട്. ബാക്കിയുള്ള ഐസും സൈഡിലോട്ടും മുകളിലോട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 8 കാലിക്ക് ഏത് ഭാഗത്തു നിന്നും ഉള്ള ഒരു പ്രേയുടെ പ്രസൻസ് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് 8 കാലിക്ക് 8 കണ്ണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മെയിൻ ടോക്കിലേക്ക് വരാം. ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ ഞാൻ 2 രീതിയിലാണ് ഇത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത് ഡൈവേഴ്സിറ്റി ഓഫ് സ്പൈഡേഴ്സ് ഇൻ കേരള, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാൻ പോകുന്ന ഈ ജീവജാലങ്ങളെ കുറിച്ച് ഒന്ന്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ബേർഡ്സിനെ കുറിച്ച് അറിയുമ്പോൾ അത് വളരെ കളർഫുൾ ആണ്. അതുകൊണ്ടാണ് ആ ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്നത്. ബട്ടർഫ്ലൈസ് എടുത്താലും അതും വളരെ കളർഫുൾ ആണ്.
അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ആരും ഒന്നും പറഞ്ഞു തരണ്ട. നമ്മൾ നാച്ചുറലി മോട്ടിവേറ്റഡ് ആണ്. പക്ഷേ അങ്ങനെ വലിയ ഭംഗിയൊന്നും ഇല്ലാത്ത ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ അതിലൊരു റിസർച്ചർ ആയിരിക്കണം, എന്നാലും മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എട്ടുകാലിയെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പലതും മനസ്സിലായത്. ഈ ബട്ടർഫ്ലൈയുടെ ഈസിലും ബേഡ്സിലൊക്കെ ഉള്ള കളർഫുൾ ആയിട്ടുള്ള തരം ജീവജാലങ്ങൾ എട്ടുകാലിയിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. അപ്പൊ അത് ഇനിയുള്ള സ്ലൈഡ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പ്രകൃതി നിരീക്ഷണമൊക്കെ ഉള്ളവരാണെങ്കിൽ എട്ടുകാലിയുടെ ഈ കളർഫുൾ ആയിട്ടുള്ള ഒത്തിരിയധികം എട്ടുകാലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മള് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ജീവജാലങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് ആദ്യം നല്ലതാണ്. കാരണം അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാലും മാത്രമേ നമ്മൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുള്ളൂ. ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഈ എട്ടുകാലിക്ക് ഇത്തരം എന്ത് പ്രയോജനം, നമ്മള് വീട്ടിലൊക്കെ എട്ടുകാലി കാണുന്നുണ്ട്, പലപ്പോഴും ബാത്റൂമിലും ഒക്കെ നമ്മൾ കാണും. ഇതിനെ കൊണ്ട് എന്താ ഇത്ര പ്രയോജനമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പലപ്പോഴും പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എട്ടുകാലിയെ കുറിച്ച് നമുക്ക് പൊതുവെ കുറേയധികം പൊതുവായുള്ള കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളൊക്കെ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ഉപകാരമൊന്നും ഇല്ലാത്തൊരു ജീവജാലങ്ങളാണ് എട്ടുകാലി എന്നാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം നമുക്ക് എട്ടുകാലിയുടെ വൈവിധ്യത്തിലേക്ക് വരാം. ഈ ഒരു എട്ടുകാലിയെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ എട്ടുകാലിയുടെ പേരാണ് ജെയിന്റ് ക്രാബ് സ്പൈഡർ എന്നാണ് നമ്മൾ ഇവിടെ കോമൺ ഇംഗ്ലീഷ് നെയിമിൽ പറയുന്നത്. സയന്റിഫിക് ആയിട്ട് ഹെറ്ററോപോഡ വിനറ്റോറിയ, ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഒരു എട്ടുകാലിയാണ്. ഒരുപക്ഷെ എട്ടുകാലിയെ കുറിച്ചുള്ള നമ്മുടെ പൊതുവായ ധാരണകളെല്ലാം തന്നെ ഈ ഒരു എട്ടുകാലിയെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എട്ടുകാലിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനൊരു പേടി തോന്നുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ അവർക്ക് പെട്ടെന്ന് പേടി വരും. പിന്നെ അതുപോലെ ഇത് ഇത്തിരി വലിപ്പം ഉള്ളത് കൊണ്ട് ഇത് കടിച്ചാല് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, അങ്ങനെയുള്ള പല ധാരണകളൊക്കെ ഈ എട്ടുകാലിയെ കുറിച്ചുണ്ട്. ഈ എട്ടുകാലിയാണ് നമ്മുടെ എട്ടുകാലി എന്ന വിഭാഗത്തിന്റെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ ചിന്തകളുടെയും പിന്നില്. കാരണം നമ്മൾ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള ഈ ഒരു എട്ടുകാലി, ഇതിനത്ര ഭംഗിയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ എട്ടുകാലികളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു അസംഷനിലോട്ടാണ് നമ്മൾ പൊതുവെ വരുന്നത്. ഇനി ഇവിടെ മറ്റൊരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ എട്ടുകാലിയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എട്ടുകാലിക്ക് ഏതാണ്ട് ഒരു മനുഷ്യന്റെ മുഖമായിട്ട് ഒരു സാമ്യം ഉണ്ടെന്നല്ലേ. അങ്ങനെ ഒരു സാമ്യം നമ്മൾക്ക് തോന്നുന്നതാണ് ആക്ച്വലി. കാരണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് അറിയാവുന്ന എന്തിനെങ്കിലും ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും. ഹ്യൂമൻ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചുമ്മാ ഒരു കളർ പാറ്റേൺ ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും നമ്മൾ എന്തിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്തുമ്പോൾ മുകളിൽ രണ്ട് കണ്ണുകൾ, രണ്ട് ഡോട്ട്സ് കണ്ണ് പോലെയുണ്ട്, താഴെയുള്ള ചുവപ്പുള്ളത് ഒരു വായയുടെ രൂപത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ഹ്യൂമൻ ഫേസ് ആയിട്ട് കൺസിഡർ. അപ്പൊ ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന പെരിഡിയോൺ ഗ്രാലക്ടോറ എന്ന് പറയുന്നത് ഒരു ഹവായിയൻ സ്പൈഡറാണ്. ഹാപ്പി ഹവായിയൻ സ്പൈഡർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിലുള്ളതല്ല, ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം കൊണ്ട്. രണ്ടാമത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സ്പൈഡേഴ്സിന്റെ ഇതാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പല വളരെ കളർഫുൾ ആയിട്ടുള്ള പല സ്പൈഡേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഡ്രസ്സാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡ്രസ്സ് സ്പൈഡറിന്റെ സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡ്രസ്സാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വളരെ മനോഹരമായ ഒരു ഡ്രസ്സാണ്. ഇന്നിതിപ്പോ ഒരു ലണ്ടനിലുള്ള ഒരു മ്യൂസിയത്തിലാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആ മ്യൂസിയത്തിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം. വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ അത് ഇപ്പൊ പ്രദർശിപ്പിച്ചിരിക്കുക. ഈ ഡ്രസ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സ്പൈഡറിന്റെ സിൽക്ക് ഉപയോഗിച്ചിട്ടാണ്.
ഈ സ്പൈഡറിന്റെ സിൽക്ക് ഇത് മഡഗാസ്കറിൽ കാണുന്ന സ്പൈഡറാണ്. നെഫില എന്ന് പറഞ്ഞ വിഭാഗത്തിൽ കാണുന്ന മഡഗാസ്കറിൽ കാണപ്പെടുന്ന ഒരു സ്പൈഡറാണ്. ഇതിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് നെഫില പൈലിപ്പസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്പം കാട്ടിലൊക്കെ കയറിയ, അല്ലെങ്കിൽ കാട്ടിലൊന്നും പോകണ്ട, ചിലപ്പോൾ റബ്ബർ തോട്ടത്തിലൊക്കെ നമ്മൾ പോയാൽ പോലും ഇതിനെ നമ്മൾ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇതിന്റെ മഡഗാസ്കറിലുള്ള സ്പീഷീസിൽ നിന്നാണ് ഗോൾഡൻ ഓർബസ് എന്ന സ്പൈഡറിൽ നിന്നാണ് ഈ ഡ്രസ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡ്രസ്സ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് 12 ലക്ഷം സ്പൈഡറിന്റെ വെബ് കളക്ട് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, 12 ലക്ഷം, 1.2 മില്യൺ. അത്രയും സ്പൈഡറിൽ നിന്നുള്ള വെബുകൾ 8 വർഷം കൊണ്ടാണ് ഈ ടീം കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ഒരു അത്രയും വലിയൊരു എഫർട്ട് എടുത്തിട്ടാണ് അവരത് ഉണ്ടാക്കുക. കാരണം അവർക്ക് ആ ഒരു ടെക്നോളജി ഒന്ന് പ്രൂവ് ചെയ്യുക, അത് മാത്രമാണ് അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു അത്ഭുതം അവിടെ ഈ ലണ്ടനിലെ മ്യൂസിയത്തിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഈ ഒരു സ്പീഷീസിനെ നിങ്ങൾ ചിലപ്പോ ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മുടെ നാട്ടിലെ കാടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ വലിപ്പമുള്ള വലകൾ ഉണ്ടാക്കുന്ന, വെബ് ഉണ്ടാക്കുന്ന സ്പൈഡറാണ് നെഫില പൈലിപ്പസ് എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെ 2-3 കളർ പാറ്റേണുകളുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് എല്ലാം വ്യത്യസ്തമായ സ്പീഷീസുകളാണെന്നാണ്. പക്ഷെ ഇന്ന് ഒരു സ്പീഷീസ് തന്നെയാണ്. എല്ലാം നെഫില പൈലിപ്പസ് ആണ്. അതിന്റെ കളർ പാറ്റേൺസ് മാത്രമാണ് ഈ ചിലത് ഇത് ഇത്തിരി ഡീപ്പ് ഡാർക്ക് ആണ്, മറ്റേത് ഇത്തിരി അത്രയും കളർ കുറച്ചും കൂടി യെല്ലോയിഷ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ളതിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെ ജെയിന്റ് വുഡ് സ്പൈഡർ എന്നാണ് പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ നോക്കി, ഇവിടെ ഈ ഒരു സ്പീഷീസിന്റെ വെബ് നമ്മൾ ബയോ സ്റ്റീൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ബയോ സ്റ്റീലായിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഇതിന്റെ 1 മില്ലിമീറ്റർ വലിപ്പമുള്ള സ്പൈഡറിന്റെ ഒരു സിൽക്ക് എടുക്കുക. ആ 1 മില്ലിമീറ്റർ വലിപ്പമുള്ള ഒരു സ്റ്റീലിന്റെ ഫൈബർ എടുക്കുക. നമ്മളൊരു മെഷീൻ ഉപയോഗിച്ച് വലിച്ചു നീട്ടുകയാണെങ്കിൽ ആദ്യം പൊട്ടുന്നത് സ്റ്റീൽ ഫൈബർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സിൽക്കിന് ബയോ സ്റ്റീൽ അല്ലെങ്കിൽ സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ എന്ന പേരിൽ ഇന്ന് പറയപ്പെടുന്നത്. അതിന്റെ ചില കമ്പാരിസൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം സ്റ്റീലിനുമായിട്ടും റബ്ബറുമായിട്ടും ഒക്കെ അവർ കമ്പയർ ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് വളരെയധികം സ്ട്രോങ് ആണ്. അത്ര പെട്ടെന്ന് അത്രയും ശക്തമായ എനർജി കൊടുത്താൽ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ മേത്തൊരു 8 വീണാൽ തന്നെ ആ 8 കുടഞ്ഞു കളഞ്ഞാൽ പോലും ആ വല പൊട്ടൂല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. അത് ഇങ്ങനെ വല എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. അത് 8 സിൽക്കിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ആ സിൽക്ക് ഇത്രയും സ്ട്രോങ് ആവാനുള്ള കാരണം അതിന്റെ ബയോകെമിസ്ട്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ആണ് ബേസിക്കലി സിൽക്ക് എന്നുള്ളത്. 2 പ്രത്യേകതരം അമിനോ ആസിഡുകളുണ്ട്, ഗ്ലൈസീനും അലനൈനും. അത് മറ്റുള്ള പ്രോട്ടീൻസിനെ അപേക്ഷിച്ച് ഈ സ്പൈഡർ സിൽക്കിൽ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം ഈ സ്പൈഡർ സിൽക്കിന് ഇത്രയും എലാസ്റ്റിക് നേച്ചറും ഇത്രയും സ്ട്രെങ്ത്തും ഒക്കെ വരുന്നത് എന്നാണ് സയന്റിസ്റ്റുകൾ അനുമാനിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് സിൽക്കിൽ ഒത്തിരിയധികം പ്രയോജനങ്ങളുണ്ട്. പലപ്പോഴും സിൽക്ക് സ്റ്റിച്ചൊക്കെ ഇടാൻ പറ്റുന്ന സൂച്ചറായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മരുന്നുകൾ ഡെലിവറി ചെയ്യുന്ന സംവിധാനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറേയധികം ഉപയോഗങ്ങൾ ഉണ്ട്. ഇവിടെ ഒരു ആടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ആടിനെ നോക്കിയാല് ഇത് അമേരിക്കയിലെ യൂട്ട യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഈ കാണിച്ചിരിക്കുന്നത്, റാൻഡി ലൂബീസ്. ഇയാള് ഈ സ്പൈഡർ സിൽക്കിൽ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നെഫില എന്ന് പറയുന്ന ഈ സ്പൈഡറിൽ നിന്നും അതിന് കാരണമായിട്ടുള്ള ജീൻ ഐസൊലേറ്റ് ചെയ്തു. ആ ജീൻ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സ്പൈഡറിന്റെ മാമറി ഗ്ലാൻസില് അവര് സ്പൈഡറിന്റെ ഈ ജീൻ ഗോട്ടിന്റെ മാമറി ഗ്ലാൻസിൽ ഇൻസർട്ട് ചെയ്തു. അങ്ങനെ ആ മാമറി ഗ്ലാൻസിന്റെ ജീനിൽ ഇൻസർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ സംവിധാനങ്ങളൊക്കെ ഇന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വെച്ച് മാമറി ഗ്ലാൻസിലെ മിൽക്ക് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ആ ജീൻസിന് അത് ഇൻസർട്ട് ചെയ്തു. എന്നിട്ട് അപ്പൊ ആ ഒരു ഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് ഉണ്ടാവും, അതോടൊപ്പം ഈ സ്പൈഡർ സിൽക്കിന്റെ പ്രോട്ടീനും ഉണ്ടാവും. അതൊരു ലിക്വിഡ് രൂപത്തിലായിരിക്കും. ആ ലിക്വിഡ് നമ്മൾ എടുത്ത് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ സ്പൈഡർ സിൽക്ക് ആവും.
അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് ഒരു മാൻ മെയ്ഡ് സ്പൈഡർ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഈ റാൻഡി ലൂയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച്, അതായത് ഇങ്ങനത്തെ കുറെ അധികം ടെക്നോളജികൾ സ്പൈഡറിന്റെ കേസിൽ നടക്കുന്നുണ്ട്. കാരണം ഇത്തരം കാരണം ഇതൊരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഇതിന്റെ ഉപയോഗങ്ങൾ ആ ഒരു സയന്റിസ്റ്റുകളും സയന്റിഫിക് കമ്മ്യൂണിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ ഒരു ഇത് ഈ കാണുന്നത് ഒരു സ്പൈഡർ സിൽക്കിന്റെ ഒരു കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മെമ്പറൈനാണ്. ഈ വരുന്നത് ഒരു ബുള്ളറ്റ് ആണ്. ഒരു ബുള്ളറ്റിന് സ്പൈഡർ സിൽക്ക് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വല അല്ലെങ്കിൽ ഒരു ക്ലോത്തിനെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആണ് ഈ സ്പൈഡർ സിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശക്തി, അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള, ഇത് നെതർലാൻഡ്സിൽ നടന്നിട്ടുള്ള ഒരു റിസർച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള ബുള്ളറ്റ് പ്രൂഫ് മെറ്റീരിയൽ ആയിട്ട് അതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്പൈഡർ സിൽക്ക് പല രീതിയിലുള്ള മെഡിക്കൽ ടെക്നോളജിയിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ആ ചുവപ്പ് കളറിലെല്ലാം കാണുന്നത് സ്പൈഡർ സിൽക്കാ. അപ്പൊ നെർവ്സിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നെർവ്സിന് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ചില നൂലുകൾ നമുക്ക് ആവശ്യമാണ്. ആ നൂലുകളായിട്ട് അല്ലെങ്കിൽ ആ സ്കഫോൾഡിംഗ് ആയിട്ട് സ്പൈഡർ സിൽക്ക്, ഈ പിങ്ക് കളറിൽ റെഡ് കളറിൽ കാണപ്പെടുന്നത് സ്പൈഡർ സിൽക്കാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാനൊക്കെ സ്പൈഡർ സിൽക്ക് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് മെഡിക്കൽ രംഗത്ത്. ഇനി ഇവിടെ നോക്കിയേ, ഇത് ഒരു സിൽക്ക്, സ്പൈഡർ സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെൻസാണ്. ഈ ലെൻസിന്റെ പ്രത്യേകത മറ്റ് നമ്മുടെ സാധാരണ ലെൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും. പക്ഷെ അത്തരം ഗ്ലാസ് ലെൻസിനെ അപേക്ഷിച്ച് ഇത് ചീപ്പറാണ് എന്ന് മാത്രമല്ല ഇത് കുറെ കൂടി ഷാർപ്പർ ഇമേജ് തരും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുണം, ഇതൊക്കെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഇത്തരം റിസർച്ച് ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ചില പോസിബിലിറ്റീസ് ഒക്കെ സ്പൈഡർ സിൽക്ക് കൊണ്ടുണ്ട്. കാരണം സിൽക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന മറ്റൊന്ന് ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ടാരാൻഡുലയാണ്. ഈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഓപ്പറേഷൻ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ സാധാരണ ഓപ്പറേഷന്റെ സമയത്ത് നമുക്ക് അനസ്തേഷ്യ തരും. ഈ അനസ്തേഷ്യ എന്ന് പറയുന്നത് പൊതുവെ ഒപ്പിയം അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ആണ്, ഒപ്പിയോയിഡ് ഡ്രഗ്സ് ആണ് തരുന്നത്. അപ്പൊ ഈ ഒപ്പിയോയിഡ് ഡ്രഗ്സിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരിയധികം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും നമുക്ക്. അപ്പോ മിക്കവാറും സർജറി കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ അടുത്ത മെമ്പേഴ്സിന് ആർക്കെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം, ഏത് സർജറി കഴിഞ്ഞാലും ഒരാഴ്ചത്തോളം കോൺസ്റ്റിപ്പേഷൻ വലിയൊരു പ്രശ്നമാണ്. അത് ഈ തരുന്ന ഈ അനസ്തേഷ്യയുടെ ഒരു സൈഡ് എഫക്റ്റാണ്. അപ്പോ ഇത്തരം ഈ സ്പൈഡറിന്റെ വെനത്തിൽ നിന്ന് എടുക്കുന്ന ചില പെയിൻ കില്ലേഴ്സ് ഉണ്ട്. ഈ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ ഈ പ്രത്യേകിച്ച് ടാറാൻഡുല, നിങ്ങൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കടുവ ചെലന്തി എന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പൊയ്സിലോത്തീരിയ, അതിന്റെ എല്ലാ വെനത്തിൽ നിന്ന് ഇതുപോലത്തെ പെയിൻ കില്ലേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ് ഒക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ഇപ്പോ. അപ്പൊ അങ്ങനെ സ്പൈഡർ സിൽക്ക് മാത്രമല്ല, സ്പൈഡറിന്റെ വെനവും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് അറിയാം ആർത്രൈറ്റിസ്, ഹാർട്ട് ഹെയിൽമെന്റ്സ്, മെയിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അങ്ങനെ പല രീതിയിലും സ്പൈഡറിന്റെ വെനം ഇന്നൊരു ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വെനത്തിന്റെ കെമിസ്ട്രിക്കാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വെനം ഉണ്ട്. ഒന്ന് നെർവ്സിനെ എഫക്ട് ചെയ്യുന്നതും ഒന്ന് സെൽസിനെ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വെനംസ് ആണ് സാധാരണ നമ്മൾ കാണുന്നത്. ഇവിടെ നോക്കിയാൽ ഇത് ഇത്തിരി പൂക്കളും മറ്റുമൊക്കെ നോക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു പ്രതിഭാസം വല്ലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. ചില സ്പൈഡറും ഇങ്ങനെ വന്നൊരു പൂവിന്റെ ഇരുന്നിട്ട് അതിന്റെ അബ്ഡോമിനിൽ നിന്ന്, ആ സ്പിനററ്റ്സിൽ നിന്ന് ഇതുപോലെ സിൽക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് ഒരു 10 മീറ്റർ 100 അല്ലെങ്കിൽ 100 മീറ്റർ ഒക്കെ അല്ലെങ്കിൽ 10-25 മീറ്റർ നീളത്തിൽ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കാറ്റ് ഈ സിൽക്കിനെ പിടിച്ചിട്ട് ഈ ആ സിൽക്കും ആ സ്പൈഡറിനെയും കൂടി കാറ്റിലങ്ങ് പറത്തിക്കൊണ്ട് പോകും. ഇതിനെയാണ് സ്പൈഡർ ബലൂണിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രതിഭാസം സ്പൈഡേഴ്സ് യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മള് ഒറ്റപ്പെട്ട ഓഷ്യാനിക് ഐലൻഡ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന പല സ്പൈഡറുകളും ഉണ്ട്. അവര് എങ്ങനെ അവിടെ എത്തുന്നു?
പ്രധാനമായും കാറ്റില് ഇതുപോലുള്ള പ്രതിഭാസങ്ങളിലൂടെയാണ് ഈ സ്പൈഡറുകൾ എത്തുന്നത്. ഇപ്പൊ നിങ്ങൾ ലക്ഷദ്വീപിലോ ആൻഡമാൻസിലോ മാൽദീവ്സിലോ അതല്ലെങ്കിൽ ഹവായിലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന ചില സ്പൈഡറുകൾക്ക് അവിടെയും കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സ്പൈഡറിന് ഇങ്ങനെ വലിയ ദൂരത്തുള്ള സ്ഥലത്തോട്ട് പോലും ഇത്തരം അത് ഇതുപോലെയുള്ള സംവിധാനങ്ങളിലൂടെ ചെല്ലാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് അതിന്റെ ഒരു ഡിസ്പേഴ്സൽ എബിലിറ്റിയാണ്. ഇനി മറ്റൊരു സ്ലൈഡില് നിങ്ങൾ ഇത് കാണിച്ചിരിക്കുന്നത് ബയോളജിക്കൽ കൺട്രോളാണ്. കാരണം സ്പൈഡർ എന്ന് പറയുന്നത് പ്രധാനമായും എനിക്ക് തോന്നുന്നു പ്രകൃതിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ്. ഇൻസെക്റ്റിന്റെ അല്ലെങ്കിൽ കാരണം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഇൻസെക്റ്റാണ്. ഇന്നും നമ്മുടെ മനുഷ്യനെ ഏറ്റവും തോപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഒരു കൊതുക് വിചാരിച്ചാൽ മതി നമ്മളെ തന്നെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇൻസെക്റ്റുകൾ ഹൈലി ഡെവലപ്ഡ് എവല്യൂഷണറി മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ ഒന്നാണ്. പക്ഷെ അതിനെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള ഒരു വിഭാഗമാണ് സ്പൈഡർ. അപ്പോ സ്പൈഡേഴ്സ് പലപ്പോഴും ഈ ഇൻസെക്ട് പെസ്റ്റ് ആയിട്ടുള്ള പല ഇൻസെക്റ്റുകളെയും കൺട്രോൾ ചെയ്യാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ മനസ്സ് വെച്ച് ഓർത്തോളാം, നമ്മളത് ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഇത് എടുക്കാനായിട്ട്. കാരണം ഈ അടുത്ത് ശ്രീലങ്കയിൽ ഒരു കാര്യം സംഭവിച്ചു. ശ്രീലങ്കയ്ക്ക് പ്രധാനമായിട്ടും വിദേശ ഡോളർ കിട്ടിയിരുന്നത് ടൂറിസത്തിൽ നിന്നാണ്. അവിടെ കുറെ വർഷം മുമ്പ് ഒരു പള്ളിയിൽ എന്തോ ഒരു ബോംബ് സ്ഫോടനം നടന്നതിന് ശേഷം അങ്ങോട്ട് ടൂറിസ്റ്റുകൾ വരാതെയായി. പിന്നെ അവർക്ക് വിദേശ ഡോളർ അധികം കിട്ടാതെ ആയപ്പോഴേക്കും ഒരു ഡോളറിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായി. ഡോളറിന്റെ ഷോർട്ടേജ് വന്നപ്പോഴേക്കും അവിടുത്തെ ഗവൺമെന്റ് നോക്കിയപ്പോ രണ്ട് കാര്യത്തിനാണ് ഏറ്റവും അധികം ഡോളർ ചെലവാകുന്നത്. ഒന്ന് ഓയിൽ വാങ്ങിക്കാനും മറ്റൊന്ന് ഫെർട്ടിലൈസർ വാങ്ങിക്കാനും. അപ്പൊ ഓയിൽ ഏതായാലും വാങ്ങാതെ പറ്റൂല, അത് കാരണം ഫെർട്ടിലൈസർ അങ്ങ് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അതിന് പകരം അവര് നാട്ടിലുള്ള ജനങ്ങളോടൊക്കെ പറഞ്ഞ് കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കരുത്, അത് ഒരുപാട് ദോഷങ്ങളുണ്ട്, നിങ്ങളെല്ലാം ഓർഗാനിക് ഫാമിംഗ് നടത്തണം, ബയോളജിക്കൽ കൺട്രോളൊക്കെ വേണമെന്ന് പറഞ്ഞു. ഈ ഓർഗാനിക് ഫാമിങ്ങിനൊക്കെ അവർ പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ കാർഷിക ഉൽപാദനം കുത്തനെ ഇടിഞ്ഞിട്ട് ശ്രീലങ്ക പിന്നെ ഒരുപാട് സാമ്പത്തികമായ ഒരു കഷ്ടതയിലോട്ടൊക്കെ പോകുന്ന ഇപ്പോഴുള്ള ആ പ്രവർത്തന കാരണം ഈ ഓർഗാനിക് ഫെർട്ടിലൈസറും ബയോളജിക്കൽ കൺട്രോളും ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബോധവുമില്ലാതെ ബയോളജിക്കൽ കൺട്രോളും മറ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു ചെറിയ തോതില് ഒരു ചെറിയ രീതിയിലുള്ള ഫാമിലൊക്കെ ഇത് സക്സസ്ഫുൾ ആണ്. പക്ഷെ വലിയ തോതിലുള്ള വ്യാപകമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയധികം സേഫ്റ്റി മെക്കാനിസംസ് മറ്റത് എടുത്തിട്ട് വേണം, അല്ലെങ്കിൽ ശ്രീലങ്കയിലുള്ള പോലുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടാവും. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി കാണിക്കാം. ഇത് ചിലപ്പോൾ കാണുമ്പോൾ ചിലർക്ക് അറപ്പ് തോന്നുന്നുണ്ടാവും, ചിലപ്പോൾ വെറുപ്പ് ഇങ്ങനെയൊക്കെ ആൾക്കാർ സ്പൈഡറിനെ തിന്നുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഈ തായ്ലൻഡ് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ കാണാം. ഞാൻ തായ്ലൻഡിൽ കണ്ടിട്ടുണ്ട്, പിന്നെ കംബോഡിയയിൽ കണ്ടിട്ടുണ്ട്, ലാവോസിൽ കണ്ടിട്ടുണ്ട്, ചൈനയിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഈ സ്പൈഡറിനെ വറുത്ത് നമ്മളൊക്കെ ചെമ്മീനൊക്കെ വറുത്ത് ഫ്രൈ ചെയ്ത് തിന്നണ പോലെ അവരൊക്കെ തിന്നും. വളരെ ടേസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഈവൻ നമ്മുടെ നാട്ടിലെ നാഗാലാൻഡിൽ പോയാൽ പോലും ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ തിന്നുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നാഗാലാൻഡിലെ ആൾക്കാർ എക്സ്പെർട്സ് ആണ് ഇത്തരം കാര്യത്തില്. അപ്പോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് പങ്കുവെക്കാമായിരുന്നു. ഞാൻ ഏതായാലും കഴിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പറയാനും തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഒരു സ്പൈഡറിന്റെ അത് ഒരു ആർത്രോപോഡാണല്ലോ. നമ്മള് ഇപ്പോ പ്രോൺസ് എന്ന് പറയുന്നത് ഒരു ആർത്രോപോഡാണ്, ഇതും ഒരു ആർത്രോപോഡാണ്. ഏതായാലും ഇത് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ അവർ കഴിക്കുന്നത്. ഇത്രയും ആമുഖമായി പറഞ്ഞിട്ട് ഇത് അവസാനം ഇതും കൂടി പറയാം. ഇത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ സ്പൈഡർ ഒരു ജീവിയെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിനെ ഒന്ന് പൊതിയും, സിൽക്ക് കൊണ്ട് പൊതിയും. ഇങ്ങനെ സിൽക്ക് കൊണ്ട് പൊതിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയല്ല കുറെ മാസങ്ങളോളം വേണമെങ്കിൽ ഈ ജീവിക്ക് കേടുകൂടാതെ ചെയ്യാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനം സ്പൈഡറിനുണ്ട്. ഇത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ട് ഒരു ഫുഡ്, ഒരു വെജിറ്റബിൾ കിട്ടി, നമ്മൾ സ്പൈഡറിന്റെ ഇത് വെച്ചൊക്കെ പൊതിഞ്ഞിട്ട് അവിടെ വെച്ചാൽ 2 ആഴ്ചയോളം അത് ചെയ്യാതിരിക്കുമെങ്കിൽ അത് വലിയൊരു ടെക്നോളജി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ സിൽക്ക് എന്ന് പറയുന്നതും ഈ വെനം എന്ന് പറയുന്നതും വലിയ സംഭവമാണ്. അപ്പോ ഇന്ന് നമ്മൾ കാരണം അത് സയന്റിസ്റ്റുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
അപ്പോ ഇനി എന്റെ മെയിൻ ഇതിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട്, പൊതുവെ സ്പൈഡറിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു വാചകമാണ് ഈ ഫീമെയിൽ സ്പൈഡേഴ്സ് മെയിൽ സ്പൈഡേഴ്സിനെ ചിലപ്പോ മെയിൽ സ്പൈഡേഴ്സിനെ പലപ്പോഴും ഭക്ഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. കേട്ടിട്ടുണ്ട്. എന്റെ ഒരു കോൾ എവിടെ നിന്നോ വരുന്ന പോലെ. ഓക്കെ, ഹലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങള്? ഓക്കെ, അല്ല, എവിടെ ഒരു കോള് വരുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ ഓക്കെ, ആരുടെയും കോള് വരുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഫീമെയിൽ സ്പൈഡേഴ്സിനെ ഭക്ഷിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടെന്നാണ്. കാരണം മെയിൽ സ്പൈഡേഴ്സിനെ സംബന്ധിച്ച് അതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ എന്താണെന്ന് വെച്ചാല് ആ ഒരു മിനിറ്റ്. സോറി, കേൾക്കാലോ? ഹലോ. ഓക്കെ. എനിക്ക് പെട്ടെന്നൊരു കോള് വന്നു, അപ്പോ അതുകൊണ്ടാണ് ആരാണോ വിളിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. സോറി ഫോർ ദാറ്റ്. അപ്പോ ഫീമെയിൽ സ്പൈഡേഴ്സ് മെയിൽ സ്പൈഡേഴ്സിനെ ഭക്ഷിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പോ ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഇത് എന്ത് തോന്നിയമാസമാണെന്ന് വിചാരിക്കും. പക്ഷെ മെയിൽ സ്പൈഡറിന്റെ ഒട്ടുമിക്ക സ്പൈഡർ എടുത്താലും മെയിൽ വളരെ ചെറുതാണ്. നിങ്ങൾ നേരത്തെ ഞാൻ ജെയിന്റ് വുഡ് സ്പൈഡർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് കേട്ട് കാണാം. അപ്പോൾ ആ സ്പൈഡറിൽ മെയില് ഒരു മോസ്കിറ്റോന്റെ അത്രേ ഉള്ളൂ. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5-2 ഇഞ്ചോളം വലിപ്പമുണ്ട്. അത്രയധികം സെക്ഷൽ ഡൈമോർഫിസം, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഒട്ടുമിക്ക ചെറിയ സ്പൈഡേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയില് കമ്പാരിറ്റീവ്ലി വളരെ ചെറുതാണ്. ആ മെയിലിന്റെ ഒരു ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് സ്പേംസ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഉദ്ദേശം കഴിഞ്ഞാൽ അതിന് ഈ ഫീമെയില് കഴിച്ചാലും കൊള്ളാം, കഴിച്ചില്ലെങ്കിലും കൊള്ളാം, അത് കുറച്ച് ദിവസത്തിനുള്ളിൽ ചത്തുപോകും. അതാണ് പ്രകൃതിയുടെ ഒരു റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലതരം സ്പൈഡേഴ്സിൽ ഈ മെയില് തന്നെ സ്വയം ഒരു ഫുഡായിട്ട് ഫീമെയിലിന് ഓഫർ ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് ചിലയിടത്ത് കാണാം. ചിലതിൽ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫീമെയിലിനെ സംബന്ധിച്ച് ഈ മെയിൽ സ്പൈഡർ ചെറുതായതുകൊണ്ട് പ്രേയുടെ വലുപ്പമുണ്ട്. ഇതിനൊരു പ്രേ ആയിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് അതിനെ പിടിച്ച് തിന്നും. അങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങളുണ്ട്. അതുകൊണ്ട് അവർ ഫീമെയിൽ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മെയിൽ ചാവും, അത് ഉറപ്പാ. അത് അധികം ദിവസം പിന്നെ അതിന് ആയുസില്ല. കാരണം ആ ഒരു റിപ്രൊഡക്റ്റീവ് മെയ്റ്റിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ മെയിൽ സ്പൈഡേഴ്സ് അവശത എക്സോസിറ്റ് ആവും. അത്രയേ ഉള്ളൂ. അത്രേ അതിന്റെ ജീവിതകാലത്തിൽ അതിന്റെ ലൈഫിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നത്. ഇനി അടുത്തത്, ഇതാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത്. ഇനി നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് നമുക്ക് വരാം. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മള് പഠിക്കാൻ പോകുന്ന ആ ഒരു ഗ്രൂപ്പിന് കുറച്ചധികം ഉപയോഗം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതേക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റോടെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ കേരളത്തിൽ സാധാരണ കാണുന്ന കുറേയധികം ചിലന്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളൊക്കെ എനിക്കൊന്ന് പരിചയപ്പെടുത്താം. അതിലാദ്യം ഇതാണ് നമ്മൾ ഏറ്റവും അധികം കാണുന്നത്, ജെയിന്റ് ക്രാബ് സ്പൈഡർ. ഒരു തവണ നമ്മൾ ഫോട്ടോ കണ്ടതാണ്. ഇതിന്റെ പേര് ഹെറ്ററോപോഡ വെനറ്റോറിയ എന്ന പേരാണ്. ഇതാണ് എല്ലാവരും സാധാരണ കണ്ടിട്ടുള്ള സ്പൈഡറുകൾ. ഇതിനെ നമ്മൾ പലപ്പോഴും കൊന്നുകളയും. പക്ഷെ കൊന്നു കളഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ചാല് ഈ ഒരു അവസ്ഥയാ. നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എട്ടുകാലിന് എല്ലാത്തിനും കൊന്നു കളഞ്ഞാൽ ഉടനെ പാറ്റ പെറ്റുപെരുകും. നമ്മുടെ വീട്ടിലെ പാറ്റകളെ പ്രധാനമായും നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ ഒരു സ്പൈഡറാ. അപ്പോ നമ്മൾ മൊത്തം സ്പൈഡറിനെ കൊന്നു കളഞ്ഞാൽ പാറ്റ ഇഷ്ടംമാരെ സ്പ്രെഡ് ചെയ്യും. പിന്നെ പാറ്റകളെ കൊല്ലാനായിട്ട് നമ്മൾ മറ്റുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ പാറ്റകളാണ് കുറെ കൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പലപ്പോഴും എല്ലായിടത്തും പെറ്റുപെരുകും ഇഷ്ടംമാരെ.
അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി രണ്ടാമത് നമ്മളിപ്പോ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മുറിയിലെ കോർണറിലൊക്കെ ചിലപ്പോൾ നോക്കിയാൽ ഈ രണ്ട് സ്പൈഡറിനെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. ഈ രണ്ട് സ്പൈഡറും ഒന്ന് നമ്മള് ഡാഡി ലോങ് ലെഗ്സ് എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ കോബ് വെബ് കോബ് വെബ്സ് എന്നൊക്കെ നമ്മൾ ചിലപ്പോ പറയും. ഇത് രണ്ട് സ്പീഷീസ് ആണ് കാണപ്പെടുന്നത്. ഒന്ന് അർട്ടീമ ലാൻഡ എന്ന് പറയുന്ന, ഈ കാണുന്നത് അർട്ടീമ ലാൻഡ എന്നുള്ളതാണ്. ഇത് ക്രോസോപ്രൈസ രണ്ടും നമ്മുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഈ അർട്ടീമ ലാൻഡയുടെ അബ്ഡോമൻ കുറച്ച് ഉരുണ്ടതാണെങ്കിൽ മറ്റതിന്റെ ഒരു ബോക്സ് പോലെയാണ് അബ്ഡോമൻ. അതാണ്. പിന്നെ ഇതിന്റെ കാലുകൾ വളരെ നീളമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്പീഷീസേ ഉള്ളൂ നമ്മുടെ കേരളത്തില് കോമൺ ആയിട്ട് ഈ ഒരു വിഭാഗത്തില്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാൻ അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. ഇനി അടുത്തത് നമ്മൾ സാധാരണ കാണപ്പെടുന്ന ഒരു ഇതാണ്. ഇതിൽ ഒരെണ്ണത്തിനെ പ്രത്യേകിച്ച് ആദ്യം കാണിച്ചിരിക്കുന്ന തൊമിസസ് ലോബോസസ് എന്ന് പറയുന്നത് കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ജമന്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ജമന്തിയുടെ കളറിന്റെ ആ പൂവിന്റെ അതേ കളറിൽ തന്നെ ഈ സ്പൈഡർ അവിടെ ഇരിപ്പുണ്ടാവും. വെള്ള പൂവില് വെള്ള കളറും മഞ്ഞ പൂവില് മഞ്ഞ കളറും ഒക്കെ ആയിരിക്കും അതിന്. ഓറഞ്ച് പൂവാണെങ്കിൽ ഓറഞ്ച് കളറായിരിക്കും. പൂവിന്റെ കളർ അനുസരിച്ച് അതിന് കളർ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ഒരു ക്യാമഫ്ലാഷ് ആണത്. രണ്ടാമത്തതും അത്ര റെയറൊന്നുമല്ല. നമ്മൾ അത്തരം ഒബ്സർവ് ചെയ്യുന്നവർക്ക് മിക്കവാറും പൂക്കളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. കമാരിക്കസ് ഫോർമോസസ് എന്ന് പറയുന്നത് ഒരു പൂവിൽ കയറിയിരുന്നാൽ പെട്ടെന്ന് അത് തന്നെ വിസിബിൾ അല്ല. കാരണം പൂവിൽ വരുന്ന ഇൻസെക്റ്റിനെ പിടിക്കാൻ വേണ്ടിയാണ് അത് അവിടെ നിൽക്കുന്നത്. ഇതിനെ നമ്മൾ ക്രാബ് സ്പൈഡർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലതിനെ ഈ ഒരു ഗ്രൂപ്പ് തന്നെ ക്രാബ് സ്പൈഡർ ആണ്. വേണമെങ്കിൽ ഫ്ലവർ സ്പൈഡർ എന്നും ചിലപ്പോൾ ഫ്ലവറിൽ കാണുന്നുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ള കൂടുതൽ കോമൺ ആയിട്ടുള്ള പറയുന്ന പേര് ക്രാബ് സ്പൈഡർ എന്നാണ്. കാരണം എന്റെ കാലിന്റെ അറേഞ്ച്മെന്റ് ഒരു ക്രാബിനെ പോലെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ക്രാബ് സ്പൈഡർ എന്നും ചിലപ്പോൾ ഈ ഫ്ലവറിൽ കാണുന്നത് കൊണ്ട് ചിലപ്പോൾ അതിനെ ഫ്ലവർ സ്പൈഡർ എന്നും നമ്മൾ ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഇനി അടുത്തത്, ഇതിനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടില് ഗാർഡനിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയാൽ ഇതുപോലത്തെ വലകൾ കാണാം. മിക്കവാറും ഈ ചെടിയുടെ ഇടയിലൊക്കെ ആ ചെടി മൊത്തം ഒരു വൃത്തികേടാക്കി ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ലുക്ക് തരുന്നത് ഈ സ്പൈഡറാണ്. ഇത് ഒരു ഡോം പോലെ അല്ലെങ്കിൽ കൊട പോലത്തെ ഉള്ള ഒരു വെബാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ സ്പൈഡറിനൊക്കെ ഇവിടെ കാണാം. ഉണ്ടോ? അതിനൊരു മൈക്രോസ്കോപ്പിലൊക്കെ നോക്കി കഴിയുമ്പോൾ നല്ല സ്റ്റൈലാണ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നില്ല. ഇതിന്റെ അബ്ഡോമിന്റെ അറ്റത്തൊരു ചെറിയൊരു പ്ലേറ്റ് പോലെ കാണാം. ഇങ്ങനെ രണ്ട് വരകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് സിർട്ടോഫോറ സൈക്കാട്രോസ എന്ന പേരിലാണ്. പിന്നെ ഈ അബ്ഡോമിന്റെ ഈ ഭാഗത്ത് 4 മുള്ളുകൾ പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ ഇനി അടുത്ത തവണ ഞാൻ ക്ലാസ് കഴിഞ്ഞ് നാളെയൊക്കെ ഒന്ന് പുറത്തിറങ്ങി വീട്ടിൽ തന്നെ നോക്കുമ്പോൾ ഈ സ്പൈഡറിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാറ്റേൺ ഒക്കെ അതിൽ കാണാൻ സാധിക്കും. ഇതിനെ ടെന്റ് സ്പൈഡർ എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ഇതൊക്കെ കേരളത്തിൽ എല്ലാ വീട്ടുകളിലും എല്ലാ ചെടികളിലും മിക്കവാറും കാണാം. എവിടെയൊക്കെ ഗാർഡൻ ഉണ്ടോ അവിടെയൊക്കെ ടെന്റ് സ്പൈഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ടെന്റ് സ്പൈഡറിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾ അങ്ങനെ എല്ലാവരും ഒരുപാടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതിന് ഫിഷിംഗ് സ്പൈഡർ എന്നാ പറയുന്നത്. ഞാനിത് ഭൂതത്താൻകെട്ട് ഏരിയ എന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്ന ഈ ഫോട്ടോ. ഫിഷിംഗ് സ്പൈഡർ എന്റെ സയന്റിഫിക് നൈലസ് അൽബോസിൻറ്റസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അടുത്തൊരു പിക്ചർ കാണിക്കണ്ടോ? ഇതൊരു കാല് വെള്ളത്തിലേക്ക് നീട്ടിയിടും. അപ്പൊ വെള്ളത്തില് ഉള്ള ഫിഷിന്റെ മൂവ്മെന്റ്സ് ആ ഒരു ലെഗ് കൊണ്ട് ആ വൈബ്രേഷൻ അത് പിടിച്ചെടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഫിഷ് അടുത്ത് കൂടി വരികയും ഉടനെ അതിനെ എറിയും പിടിക്കും. അല്ലെങ്കിൽ ഫിഷല്ല, ഫിഷിനെക്കാട്ടും കൂടുതൽ പിടിക്കുന്ന ഇൻസെക്റ്റാണ്. ആ ഇൻസെക്റ്റിനെ ഉടനെ തന്നെ പിടിച്ചെടുക്കും. അങ്ങനെ ഒരു ഫിഷിംഗ് പോണ്ടിലൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ ചെറിയ റിവേഴ്സിലൊക്കെ ജീവിക്കുന്ന ഒരു സ്പൈഡറാണ് ഫിഷിംഗ് സ്പൈഡർ. അത്ര വ്യാപകമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത്തിരി അധികം ഒബ്സർവ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. അടുത്ത സ്പൈഡർ ആൻഡ് മിമിക്കിംഗ് സ്പൈഡറാണ്. ഇതിന് ചിലപ്പോൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഇതാണ് ഈക്കോഫൈല. ഈ മുകളിൽ കാണുന്ന ഈക്കോഫൈല എന്ന് പറഞ്ഞ പുളി ഉറുമ്പ്, മുഷിർ എന്നൊക്കെ നമ്മൾ പറയുന്ന അതിന്റെ അതേ ബോഡി പാറ്റേൺ ആണ്. ഒന്നിക്ക് അതെങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എഴുതിയിരിക്കണം. അപ്പൊ ഇങ്ങനെ ആന്റിനെ മിമിക് ചെയ്യുന്ന കുറേയധികം സ്പൈഡറുകളുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്.
മൃമിക്കാരിയ മൃം അരാക്കിനി എന്ന് പറഞ്ഞ ഒരു ജീനസ് തന്നെയുണ്ട്. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എല്ലാം ക്രാബ് സ്പൈഡറിന്റെ വിഭാഗത്തിൽ വരുന്ന ഒരെണ്ണമാണ്. തൊമിസിഡ എന്ന ഫാമിലിയാണത്. ഇതിന്റെ അബ്ഡോമൻ കൊണ്ട് നോക്കി എങ്ങനെയാണ് ആ ഒരു ഉറുമ്പ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഇതിരിക്കുന്നത്. അപ്പൊ ഈ ഉറുമ്പിന് അധികം പ്രഡേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഉറുമ്പിന് അതുകൊണ്ട് തന്നെ ഉറുമ്പിനെ തിന്നുന്ന ഒരു സ്പൈഡർ ആയതുകൊണ്ട് അധികം കോമ്പറ്റീഷൻ ഇതിനില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചില സ്പൈഡേഴ്സ് ഉറുമ്പിനെ തിന്നാൻ വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന. അപ്പൊ പൊതുവെ അത്തരം സ്പൈഡറുകൾക്ക് ആൻഡ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ പൊതുവെ ഒരു ഒരു രൂപഘടനയൊക്കെ മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് നമ്മൾ കണ്ട ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം ഇപ്പോ നേരത്തെ കണ്ട ഇത് തൊമിസിഡ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ്. അതേസമയം ഇത് ജമ്പിങ് സ്പൈഡർ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ്. ഈ ഒരു മൃം അരാക്കിനി, മൃം എന്ന വാക്കിന്റെ അർത്ഥം ഉറുമ്പെന്നാണ്, അരാക്കിനി എന്ന വാക്കിന്റെ അർത്ഥം സ്പൈഡർ. 3 മണിക്ക് പോകുമ്പോ ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മള് ഈ മൃം അരാക്കിനി എന്ന ഇതിന് ഓക്കെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നതുകൊണ്ടാ. ഓക്കെ, അപ്പൊ മൃം അരാക്കിനി എന്ന് പറയുന്ന സ്പൈഡറിന്റെ ഇതിന്റെ കണ്ണുകളൊക്കെ നോക്കിയത് ഉണ്ട്. 2 കണ്ണുകൾ ഫ്രണ്ടില് ടോർച്ചിന് പോലെ, ഹെഡ്ലൈറ്റ് പോലെയാണ്. അതാണ് അതിന്റെ മെയിൻ ഐസ്. ബാക്കിയുള്ള 4 കണ്ണുകളുടെ പൊസിഷൻ കണ്ടില്ലേ, ഇത് ബാക്കിലാണ് ഉണ്ടാവും. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അങ്ങനെ പിന്നെ ഇവിടെ 2 ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കണ്ണുണ്ടാവും. ഇത് 1 2 3 4, പിന്നെ ഇതൊരു ചെറിയ കണ്ണാണ്. അങ്ങനെ 8 കണ്ണാണ് ഇവിടെ ഉള്ളത്. ഈ 8 കണ്ണ് 8 ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജമ്പിങ് സ്പൈഡറിനെ ഇത്തരം ചെറിയ ജീവജാലങ്ങളെ പിടിച്ചു തിന്നാനായിട്ട് പ്രത്യേകമായി ഒരു ബോഡി അഡാപ്റ്റേഷൻ തന്നെ ഉണ്ട്. ഇനി നിങ്ങള് ചെടികൾ തന്നെ നമ്മുടെ ഗാർഡനിലൊക്കെ തന്നെ നോക്കിയാൽ ഈ ഓക്സിയോപ്പസ് കുറെ കാലിൽ ധാരാളം മുള്ളുകളുള്ള ചില ചിലന്തികൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇഷ്ടംമാരെ ഒരു കാല് കണ്ടാൽ നിറച്ച് മുള്ളു പോലെ ഇരിക്കും ഇഷ്ടംമാരെ. അതാണ് ഓക്സിയോപ്പിസ് ബർമാനിക്ക. ഇത്രയും കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കണ്ടിട്ടില്ലെങ്കിൽ തന്നെ ഇനി അടുത്ത ദിവസമൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക. പ്രത്യേകിച്ച് ഈ പൂക്കളുള്ള ഭാഗത്ത് നോക്കിയാൽ മതി. പൂക്കളുള്ളിടത്ത് ആ പൂവിന്റെ അടിയിലൊക്കെ ആയിട്ട് ഇത് ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് പച്ച കളറിലെ തന്നെ ഒരു സ്പൈഡറാണ്. പച്ച ലീഫിന്റെ അതേ കളറിൽ തന്നെ ഉള്ള ഒരെണ്ണമാണ് പിസ്യൂട്ടിയ വിറിഡാന എന്നാണ് എന്നെ പറയുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ലിങ്സ് എന്ന് പറയുന്ന ഒരു മാമലാണ്. അതിനെ പോലെ ഹണ്ട് ചെയ്ത് ജീവജാലങ്ങളെ പിടിക്കുന്നതുകൊണ്ട് ലിങ്ക് സ്പൈഡർ എന്ന ഗ്രൂപ്പിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. ഇതൊരു വേറെ ഓക്സിയോപ്പിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണത്. ഇനി അടുത്തത് അതിന്റെ തന്നെ വിഭാഗത്തിൽപ്പെടുന്ന വേറൊരെണ്ണമാണ്. ഇതും അതേ വിഭാഗത്തിൽ തന്നെ വരുന്ന ഒന്നാണ് ഓക്സിയോപ്പസ് ഷേദ്വ. ഒരു ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരെണ്ണമാണ്. ഇതിന്റെ അബ്ഡോമിന്റെ മുകൾ വശം വെളുത്ത കളർ, അതുകൊണ്ട് ഷേദ്വ എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിനും കാലിൽ ഇതുപോലെ ധാരാളം സ്പൈൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ മുള്ളുകൾ കാണാൻ പറ്റും. ഇതും നമ്മുടെ നാട്ടിൽ അല്പം കോമൺ ആയിട്ടുള്ള ഒരു സ്പൈഡറാണ്. ഈ വേറൊരു വിഭാഗമുണ്ട്, കോംബ് ഫൂട്ടഡ് സ്പൈഡർ. നമ്മൾ ഒരു ഫാമിലി പറയണമെങ്കിൽ തെറിഡിഡെ എന്ന് പറഞ്ഞ ഫാമിലിയാണ്. ഈ കോംബ് ഫൂട്ടഡ് സ്പൈഡറിൽ വരുന്ന ഒരെണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അക്കൈറേലി എന്ന് പറഞ്ഞ ഒരു അതാണ് എന്റെ ജീനസ് നെയിം. ഇതിന്റെ ഒരു കാലുകള്, പ്രത്യേകിച്ച് നാലാമത്തെ കാലിന്റെ അറ്റത്തില് ഒരു ചീപ്പിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പിന്റെ ആകൃതിയിലുള്ള ഒരു സ്പൈൻ അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിന്റെ ഒരു വെബിന്റെ ഒരു പാറ്റേൺ അത് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കോംബ് ഫൂട്ടഡ് സ്പൈഡർ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോ ഇതും ആ ഒരു വിഭാഗത്തിൽ തന്നെ ഈ ഒരു നാലാമത്തെ കാലിലാണ് മിക്കവാറും കാണപ്പെടുന്നത്, ഈ നാലാമത്തെ കാലിന്റെ അറ്റത്തായിട്ട്. ഇതുപോലെ ഇത് എന്താണ് നോക്കിയ പാരാസ്റ്റിയാറ്റോഡ സെൽസ അബ്ഡോമിന. ഇതിന് ചിലപ്പോ നിങ്ങൾ ചെടികളുടെ ഇടയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പൈഡർ ഒന്നുമല്ല. മൊത്തത്തിൽ ഒരു വൃത്തികെട്ട ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ആ ഒരു പശ്ചാത്തലം അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്പൈഡറും കേരളത്തിലെ നമുക്ക് ഇത്തിരി അത്ര റയറൊന്നും അല്ല, അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഈ സ്പൈഡറിനെ കാണാൻ പറ്റും. ഇനി അടുത്തത് കണ്ടത് പുല്ലിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനെ ചിലപ്പോഴെങ്കിലും ഈ ഒരു സ്പൈഡറിനെ ഈ ഒരു പാറ്റേൺ, ഇങ്ങനെ ഒരു സ്പൈഡറിന്റെ
അബ്ഡോമന്റെ അറ്റത്തായിട്ട് ചെറിയൊരു ബോൾ പോലെ എക്സാക്ട് വഹിച്ചുകൊണ്ട് കുറച്ച് സ്പൈഡറുകൾ ഓടി നടക്കുന്ന കാണാറുണ്ടാവും. അത് ആക്ച്വലി വുൾഫ് സ്പൈഡർ എന്ന വിഭാഗത്തിലാണ് അത് വരുന്നത്. അന്ന് നമ്മൾ 2-3 ജീനസ് ഉണ്ട്, പാർഡോസ, ലൈക്കോസ എന്നൊക്കെ പറഞ്ഞ ചില ജീനസ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈ പാർഡോസ സുമാത്രാന എന്ന് പറയുന്നതും ഈ പാർഡോസ സീഡോ ആനുലേറ്റ എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. അപ്പൊ ഈ പാർഡോസ വിഭാഗത്തിൽ വരുന്നതിന് നമ്മള് വുൾഫ് സ്പൈഡർ എന്ന, കാരണം വുൾഫിന്റെ ഒരു രീതിയുണ്ട്, ഓടിച്ചിട്ട് പിടിക്കുക ചെന്നായ. അതേ സ്വഭാവം തന്നെയാണ്. പുല്ലിലുള്ള കുഞ്ഞു ജീവജാലങ്ങളെ ഓടിച്ചിട്ട് ചെന്നായി എങ്ങനെയാണോ പിടിക്കുന്നത് അതുപോലെ പിടിക്കുന്നത് കൊണ്ടാണ് അതിനെ വുൾഫ് സ്പൈഡർ, ചെന്നായി ചിലന്തികൾ എന്ന വിഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഗ് അടങ്ങിയ എക്സാക്ട് അബ്ഡോമന്റെ അറ്റത്ത് അതിന്റെ സ്പിന്നററ്റ്സിൽ അറ്റാച്ച് ചെയ്ത് അത് വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതരം പാരന്റൽ കെയറും അത് കാണിക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരെണ്ണം നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇവിടെ ലൈക്കോസിഡ് എന്ന വിഭാഗത്തിൽ തന്നെ വരുന്ന മറ്റു 2-3 ലൈക്കോസ. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു വെബ് ചിലപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ഭാഗത്ത് ഇങ്ങനെ മഞ്ഞുള്ള സമയത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ഈ രീതിയിലുള്ള വെബ്. ഇത് ഹിപ്പാസ എന്നുള്ള ഇതാണ്. ഹിപ്പാസ എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു ചിലന്തികളാണ്. ഹിപ്പാസ അജലിനോയിട്ട് നേരത്തെ കാണിച്ച പാർഡോസ സുമാത്രാന. ഇതെല്ലാം കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പൈഡേഴ്സ് ആണ്. ഈ പുല്ലിലൊക്കെ മിക്കവാറും കാണപ്പെടുന്നത് മിക്കവാറും ഹിപ്പാസയും ഈ പാർഡോസ സുമാത്രാനയും ആയിരിക്കും കാണപ്പെടുന്നത്. അടുത്തത് ഇത് നോക്കിയാൽ നേരത്തെ കാണിച്ച സ്പൈഡറിന്റെ തന്നെ ഒന്നും കൂടി ഒരു ക്ലോസപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ തന്നെ ആ ഒരു മറ്റൊരു ഹിപ്പാസ അജലിനോ ഹിപ്പാസയുടെ മറ്റൊരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോ നിങ്ങൾ ഈ 2 സ്പൈഡറിനെ, ഇത് ഒരെണ്ണം ഓർബ് വീവർ എന്ന് പറയുന്നത് ഒന്നാണ്. ഇത് രണ്ടും നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വീടിന്റെ എന്ന് വെച്ചാൽ പറമ്പിലൊക്കെ നമുക്കൊന്ന് പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റുന്ന കുറച്ച് ചിലന്തികളിൽ ഒന്നാണ്. അതാണ് ഈ ഓർബ് വീവർ. അത് ആദ്യത്തെ കാണുന്നത് നിയോസ്കോണ മുക്കർജി എന്ന് പറഞ്ഞ പേരിലാണ്. രണ്ടാമത് അനപ്സിയോൺ മാരിറ്റേറ്റർ. ഈ അനപ്സിയോൺ മാരിറ്റേറ്റത്തിന് കുറച്ച് കളർ, നല്ല രസമാണ് എന്നെ കാണാനായിട്ട്. ചെറിയ സ്പൈഡറാണ്, ചിലപ്പോ മണി സ്പൈഡർ എന്നൊക്കെ പണ്ട് വിളിക്കാറുണ്ടായിരുന്നു. കാരണം വളരെ കുഞ്ഞാണ്, വളരെ കളർഫുൾ ആണ്, നല്ല രസമാണ് കാണാനായിട്ട്. അത് കേരളത്തിലും സൗത്ത് ഏഷ്യ സിംഗപ്പൂർ വരെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയാലും മലേഷ്യയിലൊക്കെ പോയാലും നമുക്ക് ഈ പറഞ്ഞ സ്പൈഡറുകളെല്ലാം തന്നെ കാണാം. അപ്പൊ കേരളത്തിന്റെ സ്പൈഡർ ഡൈവേഴ്സിറ്റിയുടെ ഒരു വലിയ പ്രത്യേകത, ഈ സ്പൈഡേഴ്സ് ഏകദേശം സൗത്ത് ഏഷ്യ എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ് വരെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്പൈഡർ സ്പീഷീസും ഏകദേശം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സ്പൈഡേഴ്സും കാണപ്പെടുന്നത്. അടുത്തത് ഇതില് ഈ 2 നമ്മുടെ കേരള വീടുകളിൽ ഇത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സ്പൈഡർ വലിയ വലിയ വലയാണ് നിർമ്മിക്കുന്നത്. ഒരു 6 മണി സമയമൊക്കെ ആവുമ്പോ നിങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയിട്ട് വലിയ വല നോക്കി നിർമ്മിക്കുന്നത് കാണാൻ പറ്റും. ആ വലിയ വലയിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്പൈഡറാണ്. ഇതിന്റെ ഈ അബ്ഡോമന്റെ ഈ 2 അറ്റത്ത് ഇത്തിരി കൂർത്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് നോക്കിയാൽ തന്നെ അറിയാം. എറിയോവിക്സിയ ഇതാണ് എറിയോവിക്സിയ ലെഗ്ലേസി. ഇത് എറിയോവിക്സിയ ലെഗ്ലേസി വൈറ്റ് കളറില്. ഈ ബ്രൗൺ കളറിൽ കാണുന്നത് പാരാവിക്സിയ ഡെഹാനി. അത്യാവശ്യം 1 ഇഞ്ചൊക്കെ വലിപ്പമുള്ള ഒരു സ്പൈഡറാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും ഈ വല നിർമ്മിക്കും. ഈ 2 വിഭാഗത്തിന് ഒരു പ്രത്യേകത, ചില സ്പൈഡറുകൾ എല്ലാ ദിവസവും വല നിർമ്മിക്കും. ഒരു രാത്രി വെളുപ്പാവുമ്പോഴേക്കും ഈ വല അത് തന്നെ തീർക്കും. എന്നിട്ട് കാരണം ഈ വല എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പൊ പ്രോട്ടീൻ കൺസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് വല തിന്നുക എന്നുള്ളത്. പക്ഷെ ചില സ്പീഷീസുകൾ അങ്ങനെയല്ല, പെർമനന്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ ടെന്റ് സ്പൈഡർ ഒക്കെ പെർമനന്റ് ആയിട്ടുള്ള വെബാണ്. അതുകൊണ്ട് അത് എപ്പോഴും വൃത്തികേടായിട്ട് ഇരിക്കണം. ഇതിന്റെ എല്ലാം വല നല്ല രസമാണ്, കാരണം എല്ലാ ദിവസവും അത് പുതുതായിട്ട് നിർമ്മിക്കണേ. അതുകൊണ്ടാണ് ഓർബ് വീവർ എന്ന ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ അരാനിഡെ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലാണ് ഇത്. ഈ 2 എണ്ണത്തിന് നമ്മുടെ മുറ്റത്തൊക്കെ ഈ 2 നമ്മൾ എല്ലാവരുടെയും വീട്ടിലും കാണും, ഈ 2 സ്പൈഡറും. ഇനി അടുത്തത്
ഇതിന്റെ ആ വലയുടെ പാറ്റേൺ ആണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. കണ്ടോ, ഈ വല നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ വളരെയധികം വളരെ കൃത്യതയോടെയാണ് ഈ വല ഇത് നിർമ്മിക്കുന്നത്. നമുക്ക് നോക്കിയാൽ വലയെ കുറിച്ച് ഒത്തിരി ഉണ്ട് നമുക്ക് പറയാനായിട്ട്. ഇത് നോക്കി, ഇത് കാടുകളിലൊക്കെ തിരി കയറിയിട്ടുള്ളവർക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് ഫാമിലി അരാനിഡെ തന്നെ ഗാസ്ട്രാകാന്ത ജെമിനേറ്റ എന്നാണ് പറയുന്നത്. നല്ല രസമുള്ള ഒരു സ്പൈഡറാണ് അത് കാണാൻ. ഇത് തന്നെ ഒരു മഞ്ഞ കളറിലുള്ളതും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഗാസ്ട്രാകാന്ത ജെമിനേറ്റ എന്ന് പറയുന്ന ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പൈഡറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്തിരി കാടുള്ള പ്രദേശത്തോട്ടൊക്കെ നിങ്ങളൊന്ന് കാട് തന്നെ വേണമെന്നൊന്നുമില്ല, ചെറിയ ഒരു റബ്ബർ തോട്ടത്തിലൊക്കെ കയറിയാൽ ചിലപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ആണ്. കണ്ടോ, ഇത് ഗാസ്ട്രാകാന്ത ഹാസൽട്ടി എന്ന് പറയുന്നതും ഗാസ്ട്രാകാന്ത ഡാലിയൻ, ഈ രണ്ടും നമ്മുടെ കാടിലും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വ്യാപകമായി കാണുന്ന സാധനങ്ങളാണ്, സ്പൈഡേഴ്സ് ആണ്. ഇതെല്ലാം അരാനിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് പെടുന്നത്. അടുത്തത്, ഇത് എല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു എക്സ്റേ പാറ്റേണിലാണ് ഇതിന്റെ ഈ സ്പൈഡർ കാണുന്നത്. അർജിയോപ്പ് അനാസുജ എന്നാണ് എന്റെ പേര്, അർജിയോപ്പ് അനാസുജ. ഇവിടെ നമ്മള് ഇതിന്റെ ഇതിലേക്ക് കുറെ ഉണ്ട്. ഈ ചില വെബ് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ആണത് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പർപ്പസ് എന്നിട്ടാണ് ഇൻസെക്റ്റിനെയൊക്കെ അട്രാക്ട് ചെയ്യുക. അൾട്രാ വയലറ്റ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണത്. അപ്പൊ അത് കണ്ട് ചില ഇൻസെക്ട് ഒക്കെ വെബിലോട്ട് വന്ന് അട്രാക്ട് ചെയ്ത് വരും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ അർജിയോ പനാസുജി. ഇതും നമുക്ക് ഒട്ടുമിക്ക കേരളത്തിൽ എല്ലാ സ്ഥലത്തും തന്നെ ഈ അർജിയോ പനാസുജിയെ കാണാൻ പറ്റും. വളരെ കളർഫുൾ ആണ്, മഞ്ഞ കളറിലൊക്കെ ഉള്ള ഒരെണ്ണമാണ്. മഞ്ഞ കളറിൽ പ്രത്യേക ഇത് ഒരു കാലിങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു, ക്രോസ് എക്സ്റേ പോലെയാണ് ഇരിക്കുന്നത്. അടുത്തത്, ഇത് നമ്മള് ഇപ്പൊ ഒരു പാഡി ഫീൽഡ്സ്, നമ്മള് നെല്ലിന്റെ ഇടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ള പ്രദേശത്ത്, എപ്പോഴും വെള്ള പ്രദേശത്തിന് അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോ അത് നീളമുള്ള സ്പൈഡറാണ്, ലോങ് ലെഗ്ഡ് സ്പൈഡറാണ്, ടെട്രാഗ്നാത്ത വിറിഡോ റൂഫ. കാരണം ഇവിടെ ചുമപ്പും ഈ സൈഡ് ഗ്രീനുമാണ്. അത് പ്രത്യേകിച്ച് വയലിലുള്ള പ്രദേശത്ത് ഒരു ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു പ്രെഡേറ്റർ ആണ്. ഈ വയലിലൊക്കെ വരുന്ന കുഞ്ഞു ജീവജാലങ്ങളെയൊക്കെ ഭക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രെഡേറ്റർ കൂടിയാണ്. അതുകൊണ്ട് ഇത് വളരെ കോമൺ ആണ്, വളരെ നേരിയ സ്പൈഡറാണ്. പക്ഷെ ഒത്തിരി അധികം ഉണ്ട്. ഇതേ ഷേപ്പിൽ തന്നെ ഒത്തിരി അധികം സ്പീഷീസ് ഉള്ള ഒരു വിഭാഗമാണ് ഈ ടെട്രാഗ്നാത്ത എന്ന് പറയുന്നത്. ഇനി ഇതും നമ്മൾ വെള്ളത്തിനടുത്താണ് കാണപ്പെടുന്നത്. ഇതും ഒരു സർക്കുലർ വെബാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു പോണ്ടില് അല്ലെങ്കിൽ ഒരു വീട്ടില് കുളമൊക്കെ ഉണ്ടെങ്കിൽ കുളത്തിന്റെ എഡ്ജിലൊക്കെ നിങ്ങൾ പോയി നോക്കി അറിയാം, ഒരു വല കെട്ടി ഇത്തരം സ്പൈഡർ കാണാൻ പറ്റും. അത് ടൈലോറിഡ വെൻട്രാലിസ് എന്ന് പറയും. ഇത്തിരി രസമാണ് എന്നെ കാണപ്പെടാൻ. ഇത് തന്നെ കുറച്ചുകൂടി നല്ല മഞ്ഞ കളറിൽ അബ്ഡോമിൻ ഉള്ളതുണ്ട്, ടൈലോറിഡ തന്നെ പല കളറിലുണ്ട്. അതുമല്ല നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വേറൊരെണ്ണമാണ്. ഇതും ഒരു ഓർബ് വീവ് സ്പൈഡർ തന്നെയാണ്, പക്ഷെ ഇത് വേറൊരു ഫാമിലിയാണ്. എവല്യൂഷണറി ഇത് രണ്ട് വിഭാഗമാണ്. നമ്മുടെ വീട്ടില് പ്രത്യേകിച്ചൊക്കെ ഇത്തിരി പഴയ ഓടക്കിട്ട വീടുകളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനത്തെ സ്പൈഡർ നമുക്ക് കാണാൻ സാധിക്കും. സോസിസ് ജെനിക്കുലൈറ്റ എന്ന് പറയുന്നതാണ് എന്റെ ഇത് പ്രത്യേകത. ഇനി ഇതാണ് ജംപിങ് സ്പൈഡർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ. ഈ ജംപിങ് സ്പൈഡറിൽ ഇത് നോക്കി ആദ്യം കാണുന്നത്, ഇത് നല്ല മെറ്റാലിക് കളറാണ്, ഫിൻഡല്ല വിറ്റേറ്റ എന്ന് പറയുന്നത്. ഇത് അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷെ ഇത് വളരെ കളർഫുൾ ആണ്, നല്ല സ്ട്രൈക്കിംഗ് ആണ് ഇതിന്റെ കളറ്. അപ്പോ ഫിൻഡല്ല വിറ്റേറ്റ എന്ന് പറയുന്ന ഒരെണ്ണമാണ്. ഇതെല്ലാം ജംപിങ്, കാരണം ഇത് ജംപിങ് സ്പൈഡർ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന്റെ ബോഡി സൈസ് 1 ഇഞ്ച് ഉള്ളെങ്കിൽ ഇതിനൊരു 40 ഇഞ്ച് ചാടാൻ പറ്റും. 40 ടൈംസ് ദ ബോഡി ലെങ്ത് ആണ്. അപ്പൊ അതുകൊണ്ട് വളരെ ലോങ് ജമ്പേഴ്സ് ആയതുകൊണ്ടാണ് അതിന് ജംപിങ് സ്പൈഡർ എന്ന് പറയുന്നത്. അതിന് നല്ല കാഴ്ചശക്തിയുണ്ട്, അത്യാവശ്യം കളർ വിഷൻ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്പൈഡേഴ്സ് ആണ് ഈ ജംപിങ് സ്പൈഡറിൽ. ഏറ്റവും അധികം ഡൈവേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്പർ ഓഫ് സ്പീഷീസ് ഉള്ളത് ഒരു ഫാമിലിയാണ് ഈ ജംപിങ് സ്പൈഡർ ഉൾപ്പെടുന്ന സാൾട്ടീസിഡെ എന്ന് പറഞ്ഞ ഫാമിലി. ഇനി അടുത്തത് കണ്ടത് നമ്മുടെ വീടുകളിൽ ഇതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോ ചില നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ തന്നെ ഭിത്തിയിലൊക്കെ നോക്കുക, ചിലപ്പോൾ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും.
ഇത് മെയില്, ഇത് ഫീമെയില്, രണ്ടും ഒന്ന് തന്നെയാണ്. പ്ലെക്സിപ്പസ് പൈക്കുളി ഇത് ഫീമെയിൽ ആണ്, അതിന്റെ മെയിലാണ് ഇത്. പ്ലെക്സിപ്പസ് പൈക്കുളി എന്ന് പറയുന്നതാണ്. ഇനി ഇത് ഇവിടെ വേറൊരെണ്ണമാണ്, എന്താണ്, ബാവിയ ഇൻസുലാരിസ്. ഇതിന്റെ രണ്ട് ഫ്രണ്ട് സ്കോർപിയോൺ സ്പൈഡർ എന്ന് ചിലപ്പോൾ പറയും. ഈ ഫ്രണ്ടിലെ കാല് മാത്രം നീളമുള്ളതാണ്. ഇത് നമ്മുടെ ചെടികളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒന്നാണ്. ബാവിയ എന്താണ് ഈ പറഞ്ഞ ബാവിയ ഇൻസുലാരിസ് എന്ന് പറയുന്നത്. ഇനി ഇത് അത്ര കോമൺ അല്ല, എന്നാലും നമുക്ക് കേരളത്തിൽ പല ബ്ലൂ കളറുമാണ്, റെഡ് കളറുമാണ്. ബ്ലൂവും അങ്ങനെ ഒരു സ്പൈഡറിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ കളറുള്ള സ്പൈഡറൊക്കെ ഉണ്ടോ എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ? ബ്ലൂ ബോഡിയിൽ വളരെ കളർഫുൾ, വളരെ ഭംഗിയുള്ള ഒരു സ്പൈഡറാണ്. ഈ ഫോട്ടോയിൽ അത്രയും ആ ഭംഗി വന്നിട്ടില്ല, പക്ഷെ നല്ല രസമുള്ള ഒരു സ്പൈഡറാണ് ഈ സൈലർ സെമി ക്ലോക്കസ് എന്ന് പറയുന്നത്. സാൾട്ടീസിഡ എന്ന് പറയുന്ന വിഭാഗത്തിൽ കണക്കുണ്ടാവും. ഇതൊക്കെ നോക്കി, ഇത് സിർബ ഓസലേറ്റർ, നല്ല ഡീപ്പ് റെഡ് ആണ്. ഇത് എപ്പിയസ്, ഇതും നമ്മുടെ ചെടികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. എപ്പിയസ് ഇൻഡിക്കസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മെനിമീറസ് ബൈവിറ്റേറ്റസ്, ഇതെല്ലാം സാധാരണ തോട്ടത്തിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഇത് റിം അരാക്കനി ഓറി, ഇത് ആൻഡ് മിമിക്കിംഗ് സ്പൈഡർ ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബാവിയ ഇൻസുലാരിസ് അല്ലെങ്കിൽ ബാവിയ കൈരളി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ്. അടുത്തത് തന്നെ ഇതും നമ്മുടെ തോട്ടത്തിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് ടെലമോണിയ. ഇതിന് ചിലവരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ടെലമോണിയ. അതുപോലെ തയാനിയ, ഇതിന് ഒരു ബ്ലൂയിഷ് പാറ്റേൺ ആണ്, തയാനിയ ബാമോയിൻസിസ് എന്ന് പറയുന്നത്. ഇത് പ്ലെക്സിപ്പസ്. അപ്പൊ ഇവിടെ ടോക്കേഷ്, ഇതെല്ലാം സാൾട്ടീസിഡെ, ഫാമിലി സാൾട്ടീസിഡെ. സാൾട്ടി എന്ന വാക്കിനർത്ഥം ജമ്പിങ് എന്നാണ്. അതുകൊണ്ട് ജമ്പിങ് സ്പൈഡർ എന്ന പേരിലാണ് ഈ ഗ്രൂപ്പിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത്. ഇനി അടുത്തത് നമ്മള് തെങ്ങിലൊക്കെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ ചിലപ്പോ ഈ സ്പൈഡറിനെ കാണാൻ പറ്റും. തെങ്ങ്, മാവിന്റെ ബാർക്ക്, അതാണ് ടു ടൈൽഡ്. ഇതിന്റെ ഈ സ്പൈഡറിന്റെ അറ്റത്തുള്ള രണ്ട് സ്പിന്നർ ഹെഡ്സ് നല്ല നീളമുള്ളതായിരിക്കും. അതാണ് ഈ ടു ടൈൽഡ് സ്പൈഡർ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഹെർസീലിയ സാവി ജൈനി എന്ന് പറയുന്നത്. അത് ഈ ബാർക്കിലൊക്കെ വരുന്ന ഇൻസെക്റ്റിനെയൊക്കെ പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഒരു ബോഡി ഓർഗനൈസേഷനും മറ്റുള്ള അഡാപ്റ്റേഷനും. ഇനി ഇത് രണ്ടും കാട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ കാണാം. കാട്ടിൽ ചെല്ലണമെന്നില്ല, ഇത് കാട്ടിൽ ചെന്നാലേ കാണപ്പെടുള്ളൂ. കാട്ടിൽ വലിയ മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബട്രസ് റൂട്ടൊക്കെ ഉള്ള. അതിന്റെ വലിയ ആ ബാർക്കിന്റെ അടിയിൽ വലിയ പൊത്തൊക്കെ ഉണ്ടാവും. ആ പൊത്തിലായിരിക്കും മിക്കവാറും ഈ സീക്രസ്റ്റ് ഓർവസ് എന്ന് പറയുന്നത്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ പിടിക്കാൻ ചെന്നാൽ അത് അപ്പൊ തന്നെ പ്രത്യക്ഷമാവും. അപ്പൊ അത്രയും, പക്ഷെ കാടുകളിലുള്ളിൽ കാണപ്പെടുന്നുള്ളൂ. ഇത് ഇത്തിരി റയറാണ്, അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണും. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലൊരു മാവ് ഉണ്ടായിരുന്നു. മാവിന്റെ എന്താണ് ഉണക്കിയ ഇലയുടെ ആണ് ശേഖരിച്ചത്. ഞാനത് PhD ചെയ്യുന്ന സമയത്ത് ഈ സ്പൈഡറിനെ അന്വേഷിച്ചല്ലോ കേരളം മൊത്തം നടന്നിട്ടുണ്ട്. അവസാനം എനിക്ക് കിട്ടിയത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ മുറ്റത്ത് കാണപ്പെടുന്ന സാധനത്തിന് അത് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ ഒരു മാവില് അതിന്റെ ഒരു ഇലയിലായിട്ടാണ്, അതിന്റെ ഒരു ഉണങ്ങിയ ഇലയുടെ ഇടയ്ക്കാണ് ഇത് കാണപ്പെടുന്നത്. അങ്ങനെ ഒത്തിരിയധികം സ്റ്റഡി ചെയ്യാത്തൊരു സ്പൈഡർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ അന്വേഷിച്ചു നടന്നത്. അങ്ങനെയാണ് ഞാൻ അവസാനം ഇതിനെ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് യെല്ലോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല ചുരുട്ടി അതിന്റെ ഉള്ളിൽ കാണപ്പെടും. സാക്ക് സ്പൈഡർ കണ്ടോ, ഇതുപോലെ ഇല ഇങ്ങനെ ചുരുട്ടി വെച്ച് അതിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഓരോ സ്പൈഡറിന് ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്. ആ ഹാബിറ്റാറ്റ് നമുക്ക് മനസ്സിലായാൽ പിന്നെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. മിക്കവാറും ആ ഒരു സ്ഥലത്തായിരിക്കും ഇത് കാണപ്പെടുന്നത്. അടുത്തത് സോഷ്യൽ സ്പൈഡർ. സോഷ്യൽ സ്പൈഡർ ഇത് നമ്മൾ പാലക്കാട് ഉണ്ട്, ചിലപ്പോ ഞാൻ MG യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കണ്ടിട്ടുണ്ട്. പാലക്കാട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഈ സോഷ്യൽ സ്പൈഡർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിന്റെ ഒരു പാറ്റേൺ കണ്ട, ഇതുപോലെ വലിയ കൂട്ടമായിട്ട് വലകൾ നിർമ്മിക്കും. അത്ര നല്ലൊരു ഫോട്ടോ അല്ല, അത്ര കൂട്ടമായിട്ട് വല നിർമ്മിച്ചിട്ട് അവിടെയാണ് ഈ സോഷ്യൽ സ്പൈഡർ ജീവിക്കുക. കാരണം ഇത് എന്താ പറയാ, ഒരെണ്ണം ഒരു വലിയ വെബായിരിക്കും. ആ വെബിൽ കിട്ടുന്ന ആ ജീവജാലങ്ങളെ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ സോഷ്യൽ സ്പൈഡറിനുള്ളത്. ഇനി മറ്റൊന്ന് നോക്കിയ ഷീറ്റ് വീവർ. ഇത് വളരെ വലിയ ഒരു ഫാമിലിയാണ്. ലിലിഫിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഷീറ്റ് വീവേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കേരളത്തിൽ 10-30 ടൈപ്പ് ഉണ്ട്. ചിലത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്.
കാരണം പൊതുവെ ഈ രീതിയിലുള്ള ഒരു വെബാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ചധികം ഇത് ചിലവരെങ്കിലും ചിലപ്പോ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ലിനിഫി അർബേസനെ കാണത്തില് കളർഫുൾ ആയതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് അത്ര എല്ലാത്തിലും ബ്ലാക്ക് ആണ് കാണപ്പെടുന്നത്. ഇതെല്ലാം ലിനിഫിഡെ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാമിലി സ്പീഷീസ് ഉള്ളത് സാൾട്ടീസിഡെ എന്ന് പറഞ്ഞ കുടുംബം, ജമ്പിങ് സ്പൈഡർ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരെണ്ണമാണ് ഷീറ്റ് വീവേഴ്സ് എന്ന് പറയുന്നത്. ഒത്തിരി അധികം സ്പീഷീസ് ഉള്ള ഒരു ഗ്രൂപ്പാണത്. പക്ഷെ അതിനെ കണ്ടുപിടിക്കാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഇത്തിരി പ്രയാസമാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഭാഗത്തെ കുറിച്ച് ആണ് ഞാൻ അവസാനം പരിചയപ്പെടുത്തുന്നത്. ഇതിനെ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മള് ടറാൻഡുല എന്ന പേരിലാണ് നമ്മൾ കേരളത്തിൽ എന്നെ അറിയപ്പെടുന്നത്. നമ്മള് കടുവ ചെലന്തി എന്ന് പറയും, ഇറൂളി എന്ന് പറയും, ഇറാമ്പുലി എന്ന് പറയും. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് മണ്ണിൽ ജീവിക്കുന്നതാ. രണ്ട് ടൈപ്പ് കാണാൻ പറ്റും. ഇത് പൊയ്സിലോത്തീരിയ എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത സ്ലൈഡുകൾ കാണാൻ പറ്റും. ഇങ്ങനെ 2-3 ടൈപ്പ് നോക്കിയേ. ഇത് ഒത്തിരി പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഞാനും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എനിക്കൊരു ഇതുപോലെ ഒരു ട്യൂബ് ഉണ്ടാക്കും ബാർക്കില്. എന്നിട്ട് ആ ട്യൂബിന്റെ ഉള്ളിലായിരിക്കും ഇത് ജീവിക്കുന്നത്. ഇത് ഭൂതത്താൻകെട്ട് ഏരിയയിൽ ഉണ്ട്, പക്ഷെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഫോട്ടോ ഇന്നുവരെ കിട്ടിയിട്ടില്ല. അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രിമിറ്റീവ്. ഏറ്റിപ്പസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് വരുന്നത്. അത് അധികം പേര് കാണാൻ സാധ്യതയില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു അറിവിനെ വേണ്ടി മാത്രം ഞാൻ ഉൾപ്പെടുത്തിയതാണ്. കണ്ടോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പേഴ്സ് വെബ് സ്പൈഡർ എന്ന പേരിലാണ് വിളിക്കപ്പെടുന്നത്. ഇനി അടുത്തത് ഇതാണ്. ഇത് ഞാനും എന്റെ സ്റ്റുഡൻസും ഒക്കെ കണ്ടുപിടിച്ച ഒരു സ്പൈഡറാണ്. അതുകൊണ്ടാണ് എന്റെ കോളേജിന്റെ പേരിലാണ് ഞാൻ ഇത് പേരിട്ടിരിക്കുന്നത്, ഹേപ്ലോക്ലാസസ് ദേവമാത എന്ന് പറയുന്നത്. ഇത് ഞങ്ങള് ഈ അച്ചൻകോവില് തെന്മല റീജിയനിൽ നിന്നാണ് കിട്ടിയത്. കേരളത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പൈഡറിൽ ഒന്നാണ് ഈ ഹാപ്ലോക്ലാസസ് ദേവമാത എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഈ ബോഡി തന്നെ മെറ്റാലിക് ബ്ലൂ ആണ്. അബ്ഡോവൻ അതുപോലെ തന്നെ ഒരു പിങ്ക് മെറ്റാലിക് കളറേഷൻ ആണ്. വളരെ രസമുള്ള ഒരു സ്പൈഡർ ആണ്. ഏതാണ്ട് 2 ഇഞ്ച് ഓളം വലുപ്പമുണ്ട്. അത് ഇങ്ങനെയുള്ള ബറോസിലാണ്. കണ്ടോ, വളരെ വൃത്തിയുള്ള ബറോസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ ബറോസിന്റെ ടെമ്പറേച്ചർ ഒക്കെ ഞങ്ങൾ മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ നിന്ന് ഒരു 3-4 ഡിഗ്രി, ഒരു 30 ഡിഗ്രിയാണ് പുറത്തെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു 26 അല്ലെങ്കിൽ 27 ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ചെറിയൊരു AC എഫക്റ്റ് ആണ് അതിന്റെ ഉള്ളില്. അതുപോലെ ഈ വല നല്ല വൃത്തിയായിട്ടുള്ള സിൽക്ക് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ വളരെ ശരിക്കും വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. രാത്രി കാലങ്ങളിൽ ഇത് പുറത്തോട്ട് ഇറങ്ങി വന്ന് ഇര പിടിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഹാപ്ലോക്ലാസ്റ്റസ് ദേവമാത എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ്. ഇതെല്ലാം മണ്ണിലാണ് ജീവിക്കുന്നത്. നമ്മൾ സാധാരണ കടുവ ചെലന്തി എന്ന് പറയുന്നത് മരത്തിൽ ജീവിക്കുന്ന പൊയ്സിലോത്തീരിയാണ്. അതേക്കുറിച്ച് നമുക്ക് ഇനിയുള്ള സ്ലൈഡുകളിൽ കാണാം. ഇത് ഹാപ്ലോക്ലാസ്റ്റസ് കായി എന്ന് പറയണ ഇത് രണ്ടും വളരെ സിമിലർ ആണ്. ഈ 2 സ്പൈഡറും ഒരെണ്ണം നമ്മളിപ്പോ നോക്കിയാല് എറണാകുളത്തിലില്ല. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്തുണ്ട്, കൊല്ലം ജില്ലയിലുണ്ട്, പത്തനംതിട്ടയുണ്ട്. ഇപ്പുറത്തോട്ടുള്ള ഒരു ജില്ലയിലും ഈ പറഞ്ഞ ഹാപ്ലോക്ലാസ് ദേവമാത ഇല്ല. അതേസമയം നമ്മള് ഈ കാണുന്നത് ഇത് പാലക്കാട് കാണാം, നമുക്ക് മലപ്പുറത്ത് കാണാം, ഈ നോർത്ത് സൈഡിലാണ്. ഇത് രണ്ടും വളരെ അടുത്തടുത്ത സ്പീഷീസ് ആണ്. ഒരെണ്ണം കായ് എന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് അതിന്റെ പേര് കണ്ടുപിടിച്ചതുകൊണ്ട് കായ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ നോക്കി ഒന്നാണെന്ന് തോന്നും, പക്ഷെ രണ്ടാണ്. 2 സെപ്പറേറ്റ് സ്പീഷീസ് ആണ്. ഒരെണ്ണം സൗത്ത് ഓഫ് കേരളയാണെങ്കിൽ ഒരെണ്ണം നോർത്ത് ഓഫ് കേരളയാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. ഇതിന്റെ എല്ലാം വെനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പോയിസണസ് ആയിട്ടുള്ള അതിന്റെ പോയിസൺ കൊണ്ട് പല രീതിയിലുള്ള മെഡിക്കൽ ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ഇത് തന്നെ നേരത്തെ കാണിച്ച ഹാപ്ലോക്ലാസസ് ദേവമാതയുടെ തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലൈഡാണ്. ഇനി ഇതാണ് നമ്മള് ഈ കടുവ ചെലന്തി എന്ന് സാധാരണ പറയുന്ന പൊയ്സിലോത്തീരിയ എന്ന് പറയുന്നത്. അതിന് 3-4 സ്പീഷീസ് ഉണ്ട്. റുഫിലേറ്റ, പൊയ്സിലോത്തീരിയ, സ്ട്രയേറ്റ,
ഒയ്സിലോത്തീരിയ, റിഗാലിസ്, അങ്ങനെ 3-4 സ്പീഷീസ് കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇതുപോലെ മരത്തില് നാച്ചുറൽ ആയിട്ടുണ്ടാവുന്ന പൊത്തുകളുടെ ഉള്ളിലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് പൊതുവെ രാത്രി കാലങ്ങളിലാണ് ഇത് പുറത്തോട്ട് ഇറങ്ങുന്നത്. പക്ഷെ പകലും കാണാം. അപ്പൊ നമ്മൾ ആദിവാസികളോടൊക്കെ ആയിട്ട് കാടിന്റെ ഉള്ളിൽ പോയാൽ അവർക്ക് ഇതിനെ ഭയങ്കര പേടിയാണ്. കാരണം അവര് പറയുന്നതും ഇത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പൈഡറിനെ പോലെ തന്നെ ചുരുണ്ട് കൂടും എന്നൊക്കെയാണ്. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. കടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കും, നല്ല കടുത്ത വേദന ഉണ്ടാവും. കാരണം നെർവ്സിനെ എഫക്ട് ചെയ്യുന്ന ടോക്സിൻ ആയതുകൊണ്ട് അത്യാവശ്യം വേദന ഉണ്ടാവും. എന്നല്ലാണ്ട് മരണമൊന്നും സംഭവിക്കാറില്ല. പക്ഷെ അവർക്ക് അത്രയധികം അവനെ പേടിയാണ്. നോക്കിയേ, ഇത് അതിന്റെ തന്നെ ഒരു പൊത്തില് അത് ജീവിക്കുന്ന ഒരു ഫോട്ടോയാണ് പൊയ്സിലോത്തീരിയ. ഇത് ഉയർന്ന തന്നെ കണ്ടുപിടിക്കാനും തന്നെ ഇത്തിരി പ്രയാസമാണ്. ഉണ്ട്. ഇതിന്റെ കാലുകള് ഈ ടൈഗർ സ്പൈഡർ എന്ന് തന്നെ വിളിക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ കറുപ്പും മഞ്ഞയും ചേർന്ന ടൈഗർ ലൈക്ക് പാറ്റേൺസ് ഉള്ളത് കൊണ്ടാണ് അതിന് ടൈഗർ സ്പൈഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടുവ ചിലന്തി എന്ന് പറയാനുള്ള കാരണം ബോഡിയുടെ സർഫസ് അബ്ഡോമിനും ഈ ഒരു പാറ്റേണിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ഈ കടുവ ചിലന്തി ഞാൻ പറഞ്ഞ 3-4 സ്പീഷീസ് കണ്ട കാലിന്റെ അടിവശം നോക്കിയേ. ഇത് പാലക്കാട് മേഖലയിൽ കാണുന്ന റിഗാലിസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ്. ഇതിന് മാത്രമാണ് ഇതിന്റെ അബ്ഡോമിന്റെ അടിവശം ഇങ്ങനെ ചുമപ്പൊരു ബാൻഡ്, ഒരു ചുമപ്പോ അല്ലെങ്കിൽ മഞ്ഞ ഒരു ബാൻഡ് ഉള്ളത് ഇതിന് മാത്രമാണ്. ബാക്കിയുള്ളതിനൊന്നും ഇവിടെ ഈ ഒരു പാറ്റേൺ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാല് ഇങ്ങനത്തെ കുറെ പാറ്റേൺസ് ഉണ്ട്. മുതുക വശം ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇതിന്റെ ഒരു പ്രത്യേക വലിപ്പമുള്ള സ്പൈഡറാണ്. മരത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ അത്ര കോമൺ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഏകദേശം മിക്കവാറും എല്ലാത്തിനും തന്നെ ഇപ്പൊ എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസിലേക്ക് പെടുത്തിയിരിക്കുന്ന സ്പൈഡറുകളിലാണ്. IUCN-ന്റെ റെഡ് ലിസ്റ്റിലൊക്കെ നമ്മൾ ഈ സ്പീഷീസുകൾ പലതിനെയും കയറ്റിയിട്ടുണ്ട്. പൊയ്സിലോത്തീരിയ ഇതിന്റെ ഒരു പ്രത്യേകത കേരളത്തിലും ശ്രീലങ്കയിലും മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഈ ജീനസ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അതുകൊണ്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണപ്പെടുന്ന കേരളത്തിന്റെ സ്വന്തം ചിലന്തി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് പൊയ്സിലോത്തീരിയ എന്ന് പറയുന്നത്. അടുത്തത് പൊയ്സിലോത്തീരിയ റുഫിലേറ്റ. അതിന്റെ തന്നെ നേരത്തെ കാണിച്ച സ്ലൈഡ് തന്നെ റിപ്പീറ്റേഷൻ ആണത്. ഉണ്ടോ, ഇത് ഹനുമ വിലാസിമിക്ക. ഇത് ശ്രീലങ്കയിലുണ്ട്, മൂന്നാറുണ്ട്, അതുപോലെ തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള മരത്തിൽ പൊത്തുകളിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസ് ആണിത്. ഇനി അതിന്റെ ഒരു സ്പൈഡറിന്റെ ഒരു പൊത്താണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇനി നമ്മള് കുറച്ച് സ്പീഷീസുകൾ ഈ മണ്ണില് ഇങ്ങനെ ഇതുപോലെയുള്ള ബാർക്കിന്റെ ഒക്കെ അടിവശത്താണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾ കണ്ടുപിടിച്ച ഒരെണ്ണമാണ്. ഇത് ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് ആണ്. സഹ്യാദ്രോ അരാനിയസ് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ സാറിന്റെ പേരിൽ അങ്ങിട്ടിരിക്കുന്ന ഒരെണ്ണമാണ്. ഇതുപോലെയുള്ള ഒരു ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഒരു വലിയ മരത്തിൽ, അപ്പൊ ഇങ്ങനത്തെ മരമൊക്കെ ഉണ്ടെങ്കിൽ മരമൊക്കെ ഒന്ന് മറച്ചു നോക്കണം. അപ്പൊ അതിന്റെ അടിയിൽ ചിലപ്പോൾ സ്പൈഡർ കാണാം. അത്ര വലിയ ഭംഗിയൊന്നുമില്ല. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്തിരി വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഒരു സ്പൈഡറാണ്. ഇത് ഞാൻ തെന്മലയിലുള്ള ഒരു എക്കോ ടൂറിസം ഇതുണ്ട്, അവിടെ നിന്നാണ് ഈ സ്പൈഡറിനെ ബാരി ചെല്ലിഡ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കാലിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഫ്ലാഗ് പോലെ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ അതൊക്കെ വെച്ചിട്ടാണ്. ഇതെല്ലാം മണ്ണിൽ ജീവിക്കുന്ന ചെറിയ പൊത്തൊക്കെ ഉണ്ടാക്കി അതിൽ ജീവിക്കുന്ന ഗ്രൂപ്പാണ്. അത്ര കോമൺ ഒന്നുമല്ല, പക്ഷെ ഇതൊക്കെ ഒരു പ്രിമിറ്റീവ് സ്പൈഡർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഇതൊക്കെ പെടുത്തിയിരിക്കുന്നത്. അടുത്തത് കണ്ടോ, ഇത് ചില സ്പൈഡറുകൾ നോക്കിയേ, അതിന് മണ്ണ് മാന്താനായിട്ട് ചില സംവിധാനങ്ങൾ അതിന്റെ ചെല്ലിസറയിൽ ഇതിന്റെ അറ്റത്ത് കാണാൻ പറ്റും. കണ്ടോ, അപ്പൊ നമ്മൾ സാധാരണ പലപ്പോഴും സ്പൈഡറിനെയൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിന്റെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ വെച്ചാണ്. ഈ സ്പൈഡറിന്റെ ഒക്കെ കാലൊക്കെ കണ്ടില്ല, ധാരാളം സ്പൈൻസ് ഒക്കെ ഉള്ളത്. മണ്ണ് നീക്കാനും ട്രാപ്പ് ഡോർ ഉണ്ട്, അങ്ങനെ മണ്ണ് കുഴിച്ച് അതിൻ്റെ അകത്തൊരു ചെറിയ പൊത്തുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഇതിന്റെ സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ചിന്നാറിന്ന് പിടിച്ചതാണ്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ആദ്യം ചെന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു സംഭവമേ കാണുള്ളൂ. അവിടെ ഒരു സ്പൈഡർ ഉണ്ടെന്ന് ആരും വിചാരിക്കുന്നില്ല. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിയുമ്പോഴാണ് ഇതൊരു പൊത്താണ്. പൊത്തിന് ഒരു കവർ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പൈഡർ ഉണ്ട്. ആ സ്പൈഡറിന്റെ ഫോട്ടോയാണത്.
ഇത് ഞങ്ങൾക്ക് അവിടെയുള്ള ഇങ്ങനെ ഒരു ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് കൊണ്ടുപോയി കാണിച്ചു തന്നത്. അവൻ കാണിച്ചു കൊണ്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സ്പൈഡറിന്റെ അപ്പുറം ഉണ്ട്. ഇത് കേരളത്തിന്റെ പല ഭാഗത്തും ചിലപ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇത്തിരി ഡ്രൈ ആയിട്ടുള്ള ചിന്നാറ് പോലത്തെ ഹാബിറ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇത്തിരി പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അതിന്റെ ജീവിത രീതി തന്നെ ഇങ്ങനെയാണ്. അത് രാത്രി ഇങ്ങനെ പുറത്തിറങ്ങി ഏതെങ്കിലും ഇരയെല്ലാം പ്രയെല്ലാം അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈ വൈബ്രേഷൻ കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെ തുറന്നിട്ട് ഓടി ചെന്നിട്ട് അതിനെ പിടിച്ചിട്ട് പിന്നെ അകത്തോട്ട് കയറും. അങ്ങനെ ഒരു അത്തരം രീതിയിലുള്ള ഒരു പ്രേ ക്യാപ്ചർ ആണ് ഇതിന്റെ അകത്ത് കാണപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എന്നുള്ളത്. അടുത്തത് മറ്റൊരു അതിന്റെ ഒരു സ്പൈഡറിന്റെ നേരത്തെ ഞാൻ കാണിച്ച ഒരു സ്പൈഡറിന്റെ ഒരു ട്രാപ്പ് ഡോർ ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിലത്തെ ഇതിന്റെ എങ്ങനെയാണ് വല നിർമ്മിച്ചിരിക്കുന്നത്, സിൽക്ക് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടാണ്. കണ്ടോ, ഇവിടെ നേരത്തെ ഇത് കാണിച്ചിരുന്ന ഹാപ്ലോക്ലാസസ് ആണ്. ഇതിനെ ആക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കാലൊക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ ഒരു ഡിഫെൻസീവ് പോസ്റ്ററിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോ അത്യാവശ്യം പേടിയുള്ളവർ പൊതുവെ ഇത് സ്ഥലം കാലിയാക്കിക്കോളും. അപ്പൊ അങ്ങനെ ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ സ്പൈഡർ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് വളരെ വേഗത്തിൽ പറഞ്ഞുള്ള ഒരു ഇതാണ്. അപ്പോ സ്പൈഡറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്റെ ഇത് ഒരു ബ്ലോഗ് ഉണ്ട്. അതുകൂടാതെ എനിക്ക് 2 സൈറ്റുകളുണ്ട്. എന്റെ യൂട്യൂബിലുള്ള 2 സൈറ്റുകളുണ്ട്. ഞാൻ അതിന്റെ ഇത് നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ കോപ്പി ചെയ്തിടാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതില് കയറി നോക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ആദ്യം നിങ്ങൾക്ക് കിട്ടും. ഇത്രയാണ് ഈ കേരളത്തിലെ സ്പൈഡറെ കുറിച്ച് ഒരു ഓട്ടപ്രദക്ഷിണം എന്ന രീതിയിൽ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് ഇതാണ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ 2, കാരണം എന്റെ തന്നെ മറ്റു പല ടോക്സിന്റെയും റെക്കോർഡഡ് വീഡിയോസും അല്ലാതെ തന്നെ എന്റെയും എന്റെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കുറെ അധികം വീഡിയോസ് കുറച്ചും കൂടി ഡീപ്പറായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ നോക്കിയാലും മതി. അപ്പൊ ധാരാളം ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടാവുന്നതാണ്. ഇത്രയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയോ ചെയ്യാം. താങ്ക് യു സുനിൽ. ഏതായാലും നമ്മുടെ ഇതിൽ പങ്കെടുത്ത ആളുകളുടെയെങ്കിലും ഈ സ്പൈഡേഴ്സിന്റെ ഒരു പേടി മാറിയിരിക്കുമെന്ന് വിചാരിക്കും. ഞാൻ സ്പൈഡേഴ്സിനെ കുറിച്ച് മുമ്പ് പഴയ കാലത്ത് ഒരു 10-30 വർഷം മുമ്പ് തന്നെ വിജയലക്ഷ്മിയും പ്രസിഡന്റ് റഹിമാസും ചേർന്ന് എഴുതിയ ഒരു ചെറിയ പുസ്തകത്തിലാണ് എൻ്റെ ഒരു തുടക്കം. പിന്നീട് നമ്മൾ ഒരു കൗതുകമുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഒരു 20 വർഷം മുമ്പ് ആറളത്ത് നമ്മുടെ ഒരു ക്യാമ്പിന്റെ സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ഹിപ്പാസ എന്നുള്ള സ്പീഷീസിന്റെ ഈ കൂടിന് മുമ്പിൽ അല്ലെങ്കിൽ അതിന്റെ അത് ഇരിക്കുന്നതിന്റെ മുമ്പിലായിട്ട് കുറെ കാട്ടുമുല്ലയുടെ പൂക്കൾ ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ അത് വാടാത്ത രീതിയിൽ അത് ഒരു പക്ഷേ ഈ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സൂത്രമാണെന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തത് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ദിനേശൻ ചെറുവാട്ടാണ്, ഇപ്പോഴത്തെ ഇടുക്കി കളക്ടറാണ്. ദിനേശന്റെ കയ്യിൽ മിക്കവാറും ആ ഫോട്ടോ ഉണ്ടാകാം. ആ ഭാഗത്ത് പൊതുവെ കൗതുകമുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നി. അങ്ങനെയുള്ള ധാരാളം സ്പൈഡേഴ്സ് ഉണ്ട്. ഈ ഹിപ്പാസ് ഇങ്ങനെ ചെറിയ, പ്രത്യേകിച്ച് രാവിലെ വെളുപ്പിനൊക്കെ നമ്മൾ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ധാരാളത്തിനെ കാണാം. ഞാനും ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ധാരാളം അങ്ങനത്തെ. അപ്പൊ നമ്മുടെ ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് ഉള്ള ഇന്ററാക്ഷന്റെ സമയമാണ്. ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോഴ് നമുക്കൊരു 9:30 വരെ പോകാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് നീട്ടാം. ആളുകളുടെ വിശപ്പ് മാറാത്ത അല്ലെങ്കിൽ വിശക്കാതെ വിശപ്പ് സഹിക്കുന്ന ആളുകൾക്ക് ഒരു 9:30 വരെ 35 വരെ പോകാമെന്ന് വിചാരിച്ചു. സാറേ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചോദിച്ചോട്ടെ സാറേ. ഇത്രയും നാളും സാറ് ഈ സ്പൈഡേഴ്സുമായിട്ടൊക്കെ പെരുമാറിയപ്പോഴ് എവിടെയെങ്കിലും ഇതിന്റെ ഒരു വിഷമേറ്റ സംഭവം സാറിന് ഓർമ്മയുണ്ട്? സാറിനേറ്റോന്നല്ല, ഇതിനെപ്പറ്റി സാറ് ഡീൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വിഷം പറ്റിയതായിട്ട് സാർ അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് ചിലന്തിയുടെ വിഷം. ചിലന്തിയുടെ വിഷം കൊണ്ട് അത് നമ്മള് പൊതുവെ ഒരു ഭയം കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ
സ്പൈഡറിനെ പിടിച്ചിട്ട് അങ്ങനെ ഒരു സ്പൈഡറെ കടിച്ച ഒരു അവസ്ഥയില്ല. പിന്നെ ഞങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടാണ് പിടിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾക്ക് ഇവിടെ ഇത്തരം ഒരു, ഞാൻ നേരത്തെ ഈ ഹാപ്ലോ ക്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ടല്ലോ, അതാണ് ആ കേരളത്തിലെ അത്യാവശ്യം അതിന്റെ ഒരു ബൈറ്റാണ് അത് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളത്. അതായത് പണ്ട് ബ്രിട്ടീഷുകാര് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ശബരിമലയിൽ നിന്ന് ഈ ഒരു സ്പീഷീസിന്റെ ഒരു ബൈറ്റ് ഒരു കൂലിക്ക് കിട്ടുകയും അയാൾക്ക് കടുത്ത വേദന ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരു 100 വർഷം മുമ്പുള്ള ചില ജേർണൽസിലൊക്കെ എഴുതി വെച്ചതായതുണ്ട്. പക്ഷെ ഇപ്പോ നമ്മൾ ഇങ്ങനെ പൊതുവെ ഈ പിന്നെ ഞങ്ങള് ഇവിടെ ഈ അച്ചൻകോവില് ഭാഗത്തൊക്കെ പോകുമ്പോ അവിടുത്തെ ആദിവാസികൾക്കൊക്കെ ഭയങ്കര പേടിയാ ഈ ഈ ഈ ഹാപ്ലോക്ക്. അവര് പറയണത് ഇത് കടിച്ചു കഴിഞ്ഞാല് നമ്മള് സ്പൈഡറിനെ പോലെ ചുരുണ്ട് കൂടും. അപ്പൊ അന്ന് അവരിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് സ്പൈഡർ കടിച്ചു കഴിഞ്ഞാല് അതിനൊരു പോയിസൺ ഉണ്ട്, സ്വാഭാവികമായിട്ടും അത് ചെറിയൊരു റിയാക്ഷൻ, ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാക്കും. പക്ഷെ അവരെടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്, അപ്പൊ അവര് അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഭസ്മമാണ്. അപ്പൊ എവിടെയാണ് കടിച്ചത് അവിടെ കുറച്ച് ഭസ്മമൊക്കെ പരത്തി, അപ്പൊ അങ്ങനെ വരുമ്പോ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി കുറച്ചും കൂടി ആ വ്രണം ഒന്നും കൂടി വേഴ്സ് ആവും. അത് അല്ലാതെ നമ്മള് ഒരു സ്പൈഡർ കടിച്ച് ആ ഭാഗത്ത് നമ്മളൊരു, ചിലവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിലവർക്ക് ഇത്തിരി അലർജിക് റിയാക്ഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു പ്രോപ്പർ ഡോക്ടറിന്റെ അടുത്തൊക്കെ ചെന്ന് ഒരു മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഇപ്പോ ഞങ്ങളാരും ഇതിനെ ഈ കടുവ ചെലന്തിനെ കൈകൊണ്ടൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ സായിപ്പന്മാരൊക്കെ ഇതിനെ കയ്യിലെടുത്തോണ്ട് നടക്കണതാണ്. അവർക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. അപ്പൊ അങ്ങനെ അത് വലിയൊരു പ്രശ്നക്കാരനൊന്നും അല്ല. കാരണം നമ്മളധികം റിസ്ക് എടുക്കാതെ, നമ്മൾ കേരളീയർ എപ്പോഴും അനാവശ്യമായ റിസ്ക് എടുക്കത്തില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിൽ വരണത്തുള്ള ഇവരുടെ കയ്യിൽ ഈ സാധനം, കാരണം ഈ നിങ്ങളിപ്പോ നെറ്റിൽ അടിച്ചു നോക്കിയാൽ പൊയ്സിലോത്തീരിയ റുഫിലേറ്റ, പൊയ്സിലോത്തീരിയ റിഗാലിസ് എന്നൊക്കെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ യൂറോപ്പിൽ പലയിടത്തും ഇതിനെ വളർത്തുന്നുണ്ട് പെറ്റായിട്ട്. അപ്പോ അങ്ങനെ പെറ്റായിട്ട് വളർത്താൻ മാത്രമല്ല, ഇതൊരു ട്രേഡ് ആണ്, ഇന്റർനാഷണൽ ലെവലിൽ ട്രേഡ് ആണ്. അപ്പോ ഇന്നിപ്പോ ഇങ്ങനത്തെ സംഭവത്തെ കുറിച്ചൊക്കെ ഒരുപാട് ട്രേഡുകൾ നടക്കുന്നുണ്ട്. ഇപ്പോ ഇന്നാളൊരു ദിവസം കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിടക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ വിളി വരും. കാരണം സൗത്ത് അമേരിക്കയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഇതുപോലെ വലിയ സ്പീഷീസിനെ ഇവിടെ വളർത്താനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈവൻ തിരുവനന്തപുരത്ത് തന്നെ ചില ഷോപ്പുകളിൽ ഈ സൗത്ത് അമേരിക്കയിലൊക്കെ കാണുന്ന ചില സ്പൈഡറുകൾ വിൽക്കുന്നുണ്ട്. 8000 രൂപയൊക്കെയാണെന്നാ പറയണം. അപ്പൊ ഇങ്ങനെ സ്പൈഡറിൽ ഒരു പെറ്റിനായിട്ട് വളർത്തുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്കൊണ്ട് അപ്പൊ അവരൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിന് വലിയ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. സാറേ ഞാന് അതിലൊരു കാര്യം, ഹലോ സാറിന് ആ ഹലോ ഒരു കാര്യം ഇവിടെ പലപ്പോഴും ഈ സ്പൈഡർ അല്ലെങ്കിൽ ചിലന്തി വിഷം എന്ന് ട്രീറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ഒരു അറിവിൽപ്പെട്ടിട്ടുള്ള ഈ ലിമാക്കോഡിഡ് മോത്ത് തട്ടിയിട്ട് അത് ചൊറിച്ചലായി സെപ്റ്റിക്കായി പനിയൊക്കെ വരാനുള്ള സാധ്യത. അതാണ് പലപ്പോഴും ഈ ചിലന്തി വിഷമായിട്ട് തെറ്റിദ്ധരിക്കുന്നതെന്നും പറയാറുണ്ട്. അത് ശരിയാണ്. കാരണം ഞാൻ എപ്പോഴും, കാരണം എന്ത് വന്നാലും ഉടനെ ചെലന്തിനെ കടിച്ചതായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷൻ ഇല്ല. അതുകൊണ്ട് ചെലന്തിക്ക് ഇരുന്നോട്ടെ കുറ്റം എന്ന രീതിയിലാണ് പലവരും. അപ്പൊ കേട്ട് കഴിയുമ്പോൾ ഡോക്ടറിന് ഹാപ്പി, പേഷ്യന്റ് ഹാപ്പി, മരുന്ന് ഏതായാലും നടന്നോളൂ. അങ്ങനെയാണ് പൊതുവെ ഇന്നത്തെ ഉള്ളത്. എല്ലാം ചെലന്തി കടിച്ചു എന്നൊക്കെ പറയണത് പലപ്പോഴും ചെലന്തി ഒന്നും ആയിരിക്കില്ല കടിച്ചത്, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാരണപ്പെടുന്നത്. അതെ, നമ്മുടെ നാട്ടിലെ അതൊരു ഏറ്റവും വീടുകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ച ഹെറ്റ്റോപ്പോഡ വെനറ്റോറിയ. ബാക്കി ഒരു സാധനവും നമ്മുടെ ഇത്തിരി വലിപ്പമുള്ളത്, ഇത് കടിച്ചാൽ ഒരു വിഷം ഉണ്ടാക്കാൻ മാത്രമുള്ളതൊന്നും തന്നെ ഇല്ല. പിന്നെ ഈ കാടുകളിൽ കാണപ്പെടുന്ന കടുവ ചെലന്തി പോലുള്ളത് മാത്രമേ ഉള്ളൂ. സാറേ ഞാന് ഒരു കാര്യം സാറിന്റെ ഒരു കൗതുകം ഉണ്ടെങ്കിൽ കേൾക്കാം. അതായത് ഞങ്ങളുടെ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിതിനെപ്പറ്റി ഇപ്പൊ ഊഹിക്കുന്നത് ഇതിനു മുമ്പ് ഊഹിച്ചിട്ടുള്ളതും അന്ന് ഈ സാധനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടായേക്കാം. എങ്ങനെയെന്ന് ഞാൻ ഇനി അടുത്ത വാചകത്തിൽ പറയാം. അതായത് ശ്വാസം എന്ന് വെച്ചാൽ ഒരു ഇതിന്റെ നിശ്വാസം, അതിന്റെ പല്ല്, ശകൃത്ത് എന്ന് വെച്ചാൽ മലം, ശ്വാസ ദംഷ്ട്ര ശകൃ മൂത്രം, ശുക്ല സെമൻ, ലാല ഉമിനീര്, നഖം, ആർത്തവൈഹി, അതിനും ആർത്തവമുണ്ട് എന്നാ പറയുക. അപ്പോ ദംശന്തി ലൂത എന്നാണ് ഞങ്ങളുടെ സാൻസ്ക്രിറ്റിലുള്ള വാക്ക്. അപ്പൊ ശ്വാസ ദംഷ്ട്ര ശകൃത്ത് മൂത്ര ശുക്ല ലാല നഖ ആർത്തവൈഹി,
ദംശന്തി ലൂതാഹ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ലൂത കടിക്കുന്നതെന്നും തേ സൂക്തം, അവയ്ക്ക് വിഷത്തിന്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് വിഷാധിക്യം യഥോത്തരം, പിന്നെ പിന്നെ പറയുന്നതിനാണ് വിഷം കൂടുതലുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്രയും കാര്യത്തിനകത്തൂടെ ഒരു മനുഷ്യരിലോ എന്തെങ്കിലും ആനിമലില് ഈ ജീവിക്ക് സ്പൈഡറിന് വിഷത്തിനെ പ്രവേശിപ്പിക്കുവാൻ പറ്റും എന്നാണ്. അപ്പൊ ഞാന് ഒട്ടുമിക്ക സ്കിൻ ഡിസീസ് എവിടുണ്ടായാലും ഈ ചിലന്തിക്ക് കിടക്കപ്പുറതിയില്ല. അവർ വന്ന് ചിലരൊക്കെ വന്ന് ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ തപ്പിപ്പിടിച്ചോ, പെട്ടെന്ന് തന്നെ പിടിച്ചോ, അതിനെ കൈ കിട്ടിയോ എന്ന് ചോദിക്കും. അതിന് കൈ കിട്ടിയില്ല, അമ്മയ്ക്ക് പറഞ്ഞു. അപ്പൊ അതാണ് എന്റെ രസകരമായ മറ്റൊരു വശം. അപ്പൊ ഇവയൊന്നും ഇപ്പൊ വെനമസ് ആയിട്ടുള്ള സ്പൈഡേഴ്സ് നമുക്ക് അവയിൽ സാധാരണ കാണാറില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന. പക്ഷെ ചില പ്രത്യേക ശരീരങ്ങളിൽ വെരി സിവിയർ ആയിട്ട് ഇതിന്റെ എന്താ ഫ്ലെയർ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. ഇതില് നമ്മുടെ നാട്ടില് പൊതുവെ അങ്ങനെ അപകടകരമായിട്ടുള്ള ചലന്തികളൊന്നും തന്നെ ഇല്ല. ഇപ്പോ നമ്മൾ ബ്ലാക്ക് വിഡോ സ്പൈഡർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലാട്രോഡാക്ടസ് എന്നൊക്കെ പറഞ്ഞ്. അത് ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട്, യൂറോപ്പിലെ ചില ഭാഗത്തുണ്ട്. അത് നമ്മൾ ഇരിക്കുന്ന ചിലപ്പോൾ കസേരയുടെ അടിയിലൊക്കെ വന്ന് ഇരിക്കും. അതായത് ഇപ്പൊ ഒരു നെറ്റുള്ള കസേരയാണെങ്കിൽ അതിന്റെ അടിയിലേക്ക് ഇരുന്ന് ഇരിക്കും. അതിനാണ് ഈ ബ്ലാക്ക് വിഡോ സ്പൈഡർ. അതൊരു അപകടകാരിയായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് ആന്റി വെനം ഉണ്ട്, അത് ഉണ്ട്. ഈ സായിപ്പന്മാരൊക്കെ കേരളത്തിൽ വരുമ്പോ അവർക്ക് ഭയങ്കര പേടിയായി സ്പൈഡർ എന്ന് പറഞ്ഞാൽ. നമ്മള് മലയാളികൾക്കുള്ള പേടിയെ പോലെയല്ല, ഭയങ്കര അതിതീവ്രമായ പേടിയാണ്. അവരാണ് ഈ അരക്കനോഫോബിയ എന്നൊക്കെ പറഞ്ഞ ഉണ്ടാക്കിയേക്കണം. കാരണം അവിടെയുള്ള സ്പൈഡറുകൾ പലതും ഇതുപോലെ കുറച്ചധികം വിഷമുള്ളതാണ്. അതിൽ ഏറ്റവും കോമൺ ഏറ്റവും ഡേഞ്ചറൈസ്ഡ് ഉള്ളത് ബ്ലാക്ക് വിഡോ സ്പൈഡർ തന്നെയാണ്. അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കസേരയുടെ അടിയിലും മേശയുടെ അടിയിലൊക്കെ കാണും. അതാണ് അത് പലപ്പോഴും ഹ്യൂമൻ ബൈറ്റുകൾ ഉണ്ടാക്കാനുള്ള കാരണം. നമ്മുടെ നാട്ടിലുള്ള ഒരു സ്പൈഡറും ഇതിന്റെ ബോഡിയിലെ പരന്നിരിക്കുന്ന ശരീരമുള്ളതാണോ സാറി പറഞ്ഞത്? അല്ല, ബ്ലാക്ക് വിഡോ സ്പൈഡർ എന്ന് പറയുന്നത് അത് കറുത്ത കളറായിരിക്കും. അതിന്റെ അടിയിൽ ഒരു എന്താ പറയുക, ഒരു ചുമപ്പ് ഹവർ ഗ്ലാസ് പാറ്റേൺ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ അതില്ല, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള സ്പൈഡറുകളാണ് ഈ പോയിസണസ് ആയിട്ടുള്ളത്. അത് ഈ കടുവ ചെലന്തിയും മണ്ണിൽ കാണുന്ന ഹാപ്ലോക്ലാസിസും ആണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പോയിസൺ ഉള്ളത്. അത് കടിച്ചാലൊന്നും ആരും മരിക്കാനൊന്നും പോണില്ല. പിന്നെ എന്താ പറയാ, അലർജിക് റിയാക്ഷൻ ഉണ്ട്. അലർജിക് റിയാക്ഷൻസ് കൊണ്ട് ചിലർ എളുപ്പവും മരിച്ചെന്നിരിക്കാം. അതല്ലാതെ അതിന്റെ പോയിസന്റെ എഫക്ട് കൊണ്ട് മരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അത് പിന്നെ പാമ്പ് കടിച്ചാലും പേടി ഒരു ഫാക്ടർ ആണല്ലോ. തീർച്ചയായും സാർ ചിത്രങ്ങൾ കാണിച്ചു. ഞാൻ ഈ പറഞ്ഞ സാധനത്തിന് സാർ കാണിച്ചില്ലല്ലോ. അത് എനിക്ക് അത് ഈ ബോഡി പരന്നിരിക്കും സാറേ. പരന്നിരിക്കുന്നത് ഫോട്ടോ മറ്റോക്കെ ഉണ്ടെങ്കിൽ പരന്നിരിക്കുന്നത് ബോഡി ഞാൻ ചിലപ്പോ ഞാൻ കാണിച്ചിട്ടുണ്ട്. തെങ്ങിൽ കാണിച്ച ഹെർസീലിയ എന്ന് പറയുന്നതാണോ? ഞാൻ ഹെർസീലിയ എന്ന് പറഞ്ഞ ഒരെണ്ണത്തിനെ കാണിച്ചിരുന്നു നേരത്തെ. അതാണോ ഈ തെങ്ങില് രണ്ട് വലയുള്ള പോലത്തെ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതാണോ ഇത്? ഊറാമ്പുലി. ഇറാമ്പുലി എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കടുവ ചെലന്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ ഇറാമ്പുലി എന്ന് പറഞ്ഞ് ശരിക്കും പറയുന്നത്. ഇറാമ്പുലി, ഇറുളി എന്ന് പറയും, ചിലവര് കടുവ ചെലന്തി എന്ന് പറയും. ഇത് വലിപ്പമുള്ളതാ. മനസ്സിലായി? ചെറുതല്ല, ഒരു 2 ഇഞ്ചൊക്കെ ഉണ്ടാവും വലിപ്പം, ചെറുതല്ല. ഇതാണ് മണ്ണിൽ കാണുന്നത്. ഇത് രണ്ടും ഏകദേശം ഒരേ വലിപ്പമുള്ളതാണ്, പോയിസണസ് ആണ്. ഇപ്പൊ ഈ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ കേരളത്തില് കടിച്ച വേദന ഉണ്ട് എന്ന് പറയുന്ന ഒരു ഓർമ്മ. ഇതാണ് ഞാൻ ഈ ശബരിമലയുടെ ഒരു കേസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്. പക്ഷെ ഇത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പൈഡറുകളിലൊന്നും. വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞാൻ അത്യാവശ്യം തേനീച്ചന്റെ സർവേക്കൊക്കെ പോകുന്നതാണ്. അപ്പൊ നിങ്ങള് ഇതിനെ എങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റും? ഫോട്ടോ എടുത്താൽ എങ്ങനെ ഐഡിയ ചെയ്യാൻ പറ്റും? ഏതെല്ലാം രീതി, ഇതിന്റെ ഏതെല്ലാം ഭാഗം ഫോട്ടോ എടുത്താലാണ് ഇതിനെ ശരിക്കും ഐഡിയ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിന്റെ ടോപ്പ് ഇപ്പൊ ഞാനിപ്പോ സ്പൈഡറിന്റെ ഫോട്ടോ കാണിച്ചല്ലോ, അതുപോലെ ഒരു മൊത്തത്തിലൊരു ഫോട്ടോ കിട്ടിയാൽ മതി. നമുക്കിപ്പോ കണ്ട് പരിചയമുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന്റെ അത്.
ഓക്കെ, താങ്ക് യു. സാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാർ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ നെർവ്സിനെ റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ആ ആ അതെങ്ങനെയാണ്? അത് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർ നടത്തുന്ന ഒരു സ്റ്റഡീസ് ആണ്. അതായത് നെർവ്സിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വരുന്ന കേസുകളിൽ അതിനൊരു സപ്പോർട്ട് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഞാൻ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത്രയാണ് കണ്ടത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പഠനങ്ങൾ മെയിനായിട്ട് നടന്നിരിക്കുന്നത്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനത്തെ ഫിസിയോളജിക്കൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതിനകത്ത് നോക്കാന്നൊക്കെ. സാർ ഒറ്റ ചോദ്യം കൂടെ. നമ്മൾ ഈ സ്പൈഡർ വെബിന് കൂടുതൽ ബലം ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഇത്തരം പരീക്ഷണങ്ങൾ ഗവേഷണശാലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ അതോ പ്രായോഗിക ജീവിതത്തിൽ അതിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? അല്ല, അത് ഇപ്പൊ സ്പൈഡർ സിൽക്ക് പല രീതിയിൽ ഇപ്പൊ നമ്മള് ഈ പാരച്യൂട്ടിന്റെ റോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം അപ്പൊ പെട്ടെന്ന് പൊട്ടൂലല്ലോ. പിന്നെ ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, പല ടെക്നോളജികളും നിലവിൽ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും നമ്മുടെ മാർക്കറ്റിലോട്ടോ നമ്മുടെ സൊസൈറ്റിയിലോട്ടോ വരാത്തതിനൊരു കാരണം നമ്മുടെ നാട്ടില് മൾട്ടിനാഷണൽ കമ്പനീസ് ആണല്ലോ എന്ത് മരുന്ന് വരണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഇൻട്രസ്റ്റില് എന്തെങ്കിലും താല്പര്യം അവർക്ക് തോന്നിയാൽ മാത്രമേ, ഇപ്പൊ നേരത്തെ സ്പൈഡറിന്റെ ഡ്രസ്സ് കാണിച്ചു, ഇതെല്ലാം വരുന്നത് വലിയ വലിയ ആൾക്കാർക്ക്, ആ കമ്പനികൾക്ക് അതിൽ പണമുള്ളവന് അത് താല്പര്യം തോന്നിയാലേ മാത്രമേ ഉള്ളൂ. ടെക്നോളജി പലതും നിലവിൽ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ ടെക്നോളജിയും നമ്മുടെ സൊസൈറ്റിയിലോട്ട് വരണമെന്ന് നിർബന്ധമില്ല. സുനിൽ സാർ, എന്റെ പേര് അനുജ് എന്നാണ്. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. എന്റെ ചോദ്യം വെച്ചാൽ, നമുക്ക് ഈ നെൽവയലുകളിൽ വലിയ രീതിയിൽ ചിലന്തികൾ സഹായിക്കുന്നുണ്ടോ കീടനിയന്ത്രണം നടത്താൻ? അത് ഏത് ചിലന്തികളാണ് നെൽവയലുകളിൽ നമുക്ക് അധികം കിട്ടുന്നത്? ഈ ലൈക്കോസ മാതിരിയുള്ളതാണോ? ഈ ടെട്രാഗ്നാത്ത എന്ന് പറഞ്ഞ ഞാൻ കാണിച്ചിരുന്നു. കണ്ടിരുന്നു. അത് തന്നെ ഒരു 5-8 സ്പീഷീസ് കേരളത്തില്. അതാണ് ഏറ്റവും കൂടുതൽ ഈ നെൽവയലുകളിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പാർഡോസ, സീഡോ ആനുലേറ്റ, ഇത് രണ്ടും ഈ ബയോളജിക്കൽ കൺട്രോളിന് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ഈ ലൈക്കോസ ഉണ്ട്, അതും ഉണ്ട്. പക്ഷെ ലൈക്കോസ കുറച്ചും കൂടി ഈ മണ്ണ് പുല്ലിലൊക്കെ ഓടി നടക്കുന്നതാണ്. പക്ഷെ ഈ കുറച്ചും കൂടി ഒരു നെല്ല് പോലുള്ള ഇതിൽ നിൽക്കുന്നത് ഈ ടെട്രാഗ്നേറ്റയും പാർഡോസയൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ കുറച്ച് അരാനിയുടെ ഫാമിലിയിലുള്ള ചിലതുണ്ട്. ഇപ്പൊ നിയോസ്കോണ മുഖർജി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ, അതൊക്കെ ആ ഈ നെൽവയലിൽ പലപ്പോഴും കാണാറുണ്ട്. Okay, thank you, sir. Okay. Sunil sir, good evening. Good evening. Sir, much appreciation for your very interesting talk. Sir, ഞാൻ ബേസിൽ പീറ്റർ ആണ് എറണാകുളത്ത് നിന്ന്. മനസ്സിലായി, എനിക്കറിയാം. സാറ് ഞങ്ങളുടെ കോളേജിൽ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. സാറ് ഒരു സംശയം ചോദിക്കാനായിട്ട്, സാർ ഒരു RGOP സ്പീഷീസിനെ കാണിച്ചപ്പോ ഒരു പ്രത്യേക ടൈപ്പ് വെബിങ്, അതിനെയാണോ സാർ ഈ സ്റ്റെബിലിമെന്റം എന്ന് പറയുന്നത്? അത് തന്നെ. അത് ഈ UV ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇൻസെക്ടിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ് അതെന്താ. കാരണം രാത്രിയാണല്ലോ ഇത് വെബ്. അതുപോലെ ചെയ്യുമോ സാർ? അത് എന്താണ്? എല്ലാ ജീനസും ഇല്ല. ആ ഒരു പാറ്റേൺ അങ്ങനെ അതിലാണ് കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്നത്. പിന്നെ വേറെ 1-2 സ്പീഷീസിൽ കൂടി ഉണ്ട്. അതല്ലാതെ അധികം വ്യാപകമല്ല അത്. സാർ, സ്പൈഡറിന്റെ ലൈഫ് സ്പാൻ എന്ത് മാത്രമാണ്? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ റാംബുലി എന്നൊക്കെ, നമ്മൾ ഈ കടുവാച്ചലന്തി എന്നൊക്കെ പറയുന്ന ഇല്ലേ, അതൊക്കെ ഒരു 10 to 15 ഇയേഴ്സ് വരെയൊക്കെ ജീവിക്കാം. ബാക്കിയുള്ളതൊക്കെ ഏകദേശം 1 വർഷം, ചിലത് 2 വർഷം, അത്രയൊക്കെ ഉള്ളൂ. ഈ ചെറിയ സ്പൈഡറുകളെല്ലാം 1 വർഷം ഏകദേശം, അല്ലെങ്കിൽ 2 വർഷം, അത്രയൊക്കെ ഉള്ളൂ അല്ലേ സാർ? താങ്ക് യു സോ മച്ച് സുനിൽ സാർ. താങ്ക് യു. നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ എത്ര സ്പീഷീസ് ഉണ്ട്, കേരളത്തിൽ എത്ര സ്പീഷീസ് ഉണ്ടെന്ന് പറയാം? കാര്യം എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ധാരാളം സ്പീഷീസ് സ്പൈഡേഴ്സ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് കാര്യം. എനിക്ക് ഒരു ഫീൽഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സ്പീഷീസ് ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് എക്സാക്ട് സ്പീഷീസ് അല്ല, നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ഷേപ്പിലും ഒക്കെ ഉള്ള സാധനങ്ങൾ ധാരാളം കാണുന്നുണ്ട്. അത് കാരണം ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ലിങ്ക് എന്റെ അതിട്ടേക്കാം. അത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ തന്നെയുള്ള 2 പേര് ഉണ്ടാക്കിയേക്കണം. ഇന്ത്യൻസ് ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ എത്ര സ്പൈഡർ ഉണ്ട്, ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരാളാണ് തേവര കോളേജിലുള്ള. അവര് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. ഏകദേശം ഒരു
300 1500 സ്പീഷീസ് അടുത്തുണ്ട് ഇന്ന് ഇന്ത്യയിൽ. ഇത് എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ ഒരു 500 സ്പീഷീസോളം ഉണ്ട്. അപ്പൊ ഇവര് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 2001 സ്പീഷീസ് ബിലോങ്ങിങ് ടു 521 ജനറേ ആണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇത് 1600 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇത് 2001 ആയിട്ട് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് 1500 ഒക്കെ മാത്രമേ ഇപ്പൊ സ്പൈഡേഴ്സ് ഓഫ് ഇന്ത്യ ഇറക്കിയപ്പോഴും 1500 ഒക്കെ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ഒരു 500 സ്പൈഡർ കൂടുതലുണ്ട് എന്നാണ്. പക്ഷെ ഇതൊന്നും നമ്മള് ഒരു എന്താ പറയാ ഒരു കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് സ്പൈഡറിനെ കുറിച്ച് പഠിക്കാൻ ആളില്ല. വളരെ കുറച്ച് ഏരിയകൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ഒട്ടുമുക്ക കാടിന്റെ ഉള്ളിലോട്ടൊക്കെ ചെന്ന് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഈ ഫീൽഡ് ട്രിപ്പിന് പോകുന്നവർക്ക് അറിയാം, ഒരു തവണ ഒരു ഫീൽഡ് ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് വളരെയധികം പണച്ചെലവുള്ള ഒരു പരിപാടിയാണ്. കാരണം കാട്ടിൽ കയറണമെങ്കിൽ അവിടെ ഒരു ഗൈഡ് വേണം, അവിടെ പോയി താമസിക്കണം, പിന്നെ അങ്ങോട്ട് ജീപ്പ് പിടിക്കണമെങ്കിൽ ജീപ്പ് ഒന്ന് വിളിച്ചാൽ തന്നെ ഒരു ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഒരു 2500 3000 ഒക്കെ പോകും. ഒരു ട്രിപ്പ് പോകുമ്പോൾ തന്നെ ഒരു 5000 5000 10,000 മിനിമം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒത്തിരി സ്ഥലത്തൊന്നും നമുക്ക് പലപ്പോഴും കവർ ചെയ്യാനില്ല, സാധിക്കാറില്ല. അതാണ് സത്യം. പിന്നെ അധികം ഒരു കാലഘട്ടത്തേക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അധികം സ്റ്റുഡൻസ് ഒന്നും ഈ മേഖലയിലോട്ട് വരുന്നില്ല, കാരണം അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടികളെ ഇത്തരം മേഖലയിലോട്ട് കടന്നു വരുന്നത് തടസ്സപ്പെടുത്തുന്നുണ്ട്. പൊതുവെ ഫണ്ടിങ് ഒക്കെ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, എലിഫന്റ്, ടൈഗർ പോലുള്ള മെയിൻ കീ സ്റ്റോൺ സ്പീഷീസിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ചെറിയ ലോവർ ഓർഗാനിസത്തെ കുറിച്ച് അധികം ഫണ്ടിങ് ഒന്നും പലപ്പോഴും കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഞാൻ അതാ ചോദിച്ചത്, കാര്യം ഒത്തിരി സ്പീഷീസ് കാണാം. ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ് കാണുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് അത്രയും നമ്മുടെ ഇതിനകത്ത് സാർ പറഞ്ഞ ലിസ്റ്റ് ഞാൻ ലിങ്ക് നോക്കി, അതിനകത്ത് അത്രയില്ല. പിന്നെ സാറേ ഒരു കാര്യമാണ്, ഞാനൊരു 10-30 വർഷം മുമ്പ് നമ്മുടെ ഈ എനിക്ക് തോന്നുന്നത് മലയാള മനോരമയിലായിരിക്കും അവരുടെ ഒരു ഞാൻ വാരാന്ത്യ പതിപ്പിൽ വന്നിരുന്നതാണ് നമ്മുടെ ഈ കടുവാച്ചലന്തിയെ കുറിച്ച്. അത് വരാൻ കാര്യം നമ്മുടെ സാർ ഈ പറഞ്ഞ ഈ കടുവാച്ചലന്തിയെയൊക്കെ തപ്പി വിദേശത്തുനിന്ന് എനിക്ക് ചിലപ്പോൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ആയിരിക്കണം, അവിടുന്ന് ആൾക്കാർ വന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളൊന്നുമില്ല, അതൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു വലിയൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. അതെ അതെ, 10-30 വർഷമാണെന്ന് തോന്നുന്നു. അതൊരു ജർമ്മനിയിൽ നിന്ന് വന്ന 2-3 പേരാണ്. ആ സ്റ്റഡീസ് ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടില് ഈ ജർമ്മനിയുടെ ഒരു പ്രത്യേകത, അവിടെ ഈ സ്പൈഡറിനെ ഇങ്ങനെ വിൽക്കുന്നതിനൊന്നും ബാനൊന്നുമില്ല, മനസ്സിലായോ? അതായത് നമ്മുടെ നാട്ടിൽ സ്പൈഡറിനെ കൊണ്ട് അവിടെ പോയി വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. അങ്ങനത്തെ ഒരു രാജ്യമാണ് പല യൂറോപ്യൻ കൺട്രീസിലും. അത് ഇവര് വലിയ വർത്തമാനമൊക്കെ നമ്മളോട് പറയുമെങ്കിലും ഇവരുടെ നാട്ടിലെ നിയമങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആരോ കൈപൊക്കിയിട്ട് നീന KV ചോദിച്ചോളൂ. ഹലോ സർ. പറയൂ. ഒന്നുമല്ല, അതായത് നമ്മൾ സാധാരണ പൊതുവെ ജനങ്ങൾക്കൊക്കെ ചിലന്തി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭയമാണ്. അപ്പൊ വീടുകളില് നമ്മളിപ്പോ ചിലന്തി വലയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ശ്രമം നടത്താറുണ്ട് എല്ലാവരും, വീട്ടിലുള്ളവരൊക്കെ. അപ്പൊ ഇപ്പോഴും പറഞ്ഞല്ലോ നമ്മളെ കോക്രോച്ച് ഒക്കെ ചിലന്തി കുറയുമ്പോൾ കോക്രോച്ച് കൂടുമല്ലോ, പാറ്റകൾ കൂടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അറിവുകളൊക്കെ നമുക്ക് സത്യത്തില് ഈ പാഠപുസ്തകത്തിൽ കൂടിയും അല്ലെങ്കിൽ ആളുകളിലൊക്കെ എത്തിക്കാനൊക്കെ നമ്മളെ പോലെയുള്ളവരൊക്കെ ശ്രമിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ ഞാൻ ഒരിക്കലും നോ പറയാറില്ല. എപ്പോഴും ആര് വിളിച്ചാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇതെല്ലാം പാഠപുസ്തകത്തിലൊക്കെ ഇത് നമ്മുടെ പാഠപുസ്തകത്തിന് ഓൾറെഡി തന്നെ ഒത്തിരി അധികം കണ്ടന്റ് നിറച്ചു വെച്ചിരിക്കുക. ഞാൻ കുട്ടികളെ 10ാം ക്ലാസ്സിലും +1 എന്റെ മോനൊക്കെ പഠിക്കണം. അതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രാന്തായി പോകും. അത്രയും ഇൻഫർമേഷൻ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അല്ല, അതിന്റെ ഉപകാരം ഞാൻ പറയുന്നത്, ഇപ്പം പാറ്റകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമല്ലോ ആളുകള്. അപ്പൊ സത്യത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതെ, ഇതിന്റെ അകത്ത് നമ്മള് ഒരു ബാലൻസിൽ നിർത്തിയാൽ കുഴപ്പമില്ല. കാരണം 8 കാലി കൂടിയാലും പ്രശ്നമാണ്, പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. പാറ്റ കൂടിയാലും അപ്പൊ നമ്മള് എല്ലാത്തിനെയും കൊല്ലാണ്ടിരുന്നാൽ മതി. ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ആ പോളിസിയെ സ്വീകരിക്കാറ്.
ഓക്കെ സാർ. പിന്നെ എന്റെ ഒരു അനുഭവം, എന്റെ ചേച്ചിക്ക് പണ്ട് പറഞ്ഞതുപോലെ ചിലപ്പോ എട്ടുകാലി തന്നെയാണോ കടിച്ചതെന്നറിയില്ല. പക്ഷെ കൃത്യം അതേ സമയമാകുമ്പോൾ, ഒരു വർഷം കഴിഞ്ഞ് അതേ സമയമാകുമ്പോൾ ഇങ്ങനെ കൈയിന്റെ മുകളിൽ ഇങ്ങനെ ചൊറിയുമായിരുന്നു. കടിച്ച ഭാഗത്ത് അത് ചിലന്തി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളായിരിക്കും. കൃത്യം ഏതോ ഒരു മാസം കടിച്ചു, പിറ്റേത്തെ വർഷമാകുമ്പോഴും ആ ഭാഗത്ത് അത് ചൊറിച്ചിലുണ്ടാവും, പിന്നെയും പിറ്റേത്തെ വർഷം. അത് ശരിക്കും ഇത്തരം കേസുകളിൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. ചില കേസുകളിൽ ഈ കൂടുതലും സ്പൈഡർ ബൈറ്റിനെക്കാട്ടും പ്രശ്നം ഉണ്ടാകുന്നത് രണ്ടാമത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ വരുമ്പോഴാണ്. അപ്പൊ അതാണ് പലപ്പോഴും വരുന്നത്. പിന്നെ ചില കേസിൽ അലർജിക് റിയാക്ഷൻ ആയിരിക്കും ചില ആളുകൾക്ക്. അപ്പൊ അത് ഇത്തരം കാര്യങ്ങൾ ഡോക്ടർമാർക്കാണ് കുറച്ചും കൂടി പറയാം. കാരണം എന്റെയൊക്കെ ഒരു അനുഭവം, സ്കിൻ ഇൻഫെക്ഷൻ എന്ത് തന്നാലും അത് പെട്ടെന്നൊന്നും പോകില്ല. അതിങ്ങനെ സ്കിൻ പേഷ്യൻസിനെ കുറിച്ച് പറയണത് വൺസ് എ പേഷ്യന്റ് ഓൾവേസ് എ പേഷ്യന്റ്. എന്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിനായിരുന്നു, ഒരിക്കലും സ്കിൻ പേഷ്യന്റ് കിട്ടിയ ലൈഫ് ലോങ് ആവും പേഷ്യന്റ് എന്നാ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സ്കിന്നിന്. ഓക്കെ നമ്മുടെ സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാനും ഏകദേശം 1.25 മണിക്കൂറാകാൻ പോകുന്നു. ഓക്കെ അത് സാർ, ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു ഞാൻ കേട്ടു. അപ്പൊ അതിനകത്ത് ചോദിച്ചേക്കുന്നത്, നിങ്ങൾക്കറിയുമോ സ്പൈഡർ എന്തുകൊണ്ട് സ്പീഡില് സ്പൈഡറിന്റെ വെബ് വഴി നടക്കാൻ പറ്റുന്നു, എന്നാൽ മറ്റ് ജീവികൾ അതിനകത്ത് വന്നാൽ പെട്ടു പോകുന്നു, എന്നാൽ സ്വന്തം വലയ്ക്കകത്ത് എന്തുകൊണ്ട് ചിലന്തി പെട്ടു പോകുന്നില്ല എന്നാണ് ചോദ്യം. അപ്പൊ അതിനകത്ത് അയാൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലന്തി 2 തരം വലകൾ നെയ്യും. ഒന്ന് ഈ പശയുള്ള, ഒന്ന് പശയില്ലാത്ത വലയും നെയ്യുമെന്നാണ് പറഞ്ഞത്. അത് സത്യമായിരുന്നോ സാറേ? സത്യമാണ്. കാരണം സ്റ്റിക്കി സിൽക്കും ഉണ്ട്, നോൺ സ്റ്റിക്കി സിൽക്കും ഉണ്ട്. സ്പൈഡറിന് അറിയാം ഏതാണ് സ്റ്റിക്കി സിൽക്ക് എന്നും ഏതാണ് നോൺ സ്റ്റിക്കി എന്ന്. അത് അതിന്റെ കാലുപയോഗിച്ച് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനകത്ത് റേഡിയൽ ആയിട്ടുള്ളത് നോൺ സ്റ്റിക്കിയാണ്. റേഡിയൽ ആയിട്ടുള്ളത് വരുന്നത് മനസ്സിലായി. ഇങ്ങനെ റേഡിയസിൽ പോകുന്നില്ലേ, സെന്ററിൽ നിന്ന് റേഡിയ, അതെല്ലാം അതിൽ കൂടി നടന്നാൽ കുഴപ്പമില്ല. സ്പൈഡറിന് അറിയാം, അതിൽ കൂടിയാണ് സ്പൈഡർ നടക്കുന്നത്. ഒന്നിടവിട്ട് അത് നെയ്യുന്നതുണ്ടോ? അതായത് വളരെ ഈ ഗമ്മുള്ളതും ഗമ്മില്ലാത്ത ഒന്നിടവിട്ട് ഉള്ള ഒരു പാറ്റേണിലാണോ? അങ്ങനെയല്ല, മെയിൻ ആയിട്ട് റേഡിയലിലും അതിന്റെ മെയിൻ ഫ്രെയിം ഉണ്ടാക്കുന്നതാണ് ഈ പശയില്ലാത്തത്. മിക്കവാറും ആ സർക്കിൾ വരുന്നതൊക്കെ തന്നെ പശയുള്ളതായിരിക്കും. പിന്നെ ആ മെയിൻ റേഡിയസ് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് വലകളുണ്ടാവും. ആ റേഡിയൽ ത്രെഡ്സ് മിക്കവാറും നോൺ സ്റ്റിക്കിയാണ്. ഇതിൽ കൂടിയാണ് സ്പൈഡർ മിക്കവാറും നടക്കുന്നത്. അത് ഓരോ സ്പീഷീസും ഓരോ സ്പീഷീസ് മിക്കവാറും ഇത് ഒരു അരാനിഡ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഈ ഓർബ് വെബ് എന്ന് പറയുന്നത്, ഈ സർക്കുലർ വീല് പോലത്തെ വെബ് ഉണ്ടാക്കുന്നത്. അതിലൊക്കെ ഈ ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പൈഡറിന്റെ വെബ് കാല് പ്രത്യേക ഒരു രീതിയിലാണ്, അതിനകത്തൊരു പ്രത്യേക ഹെയർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൽ പെട്ടാലും അതങ്ങനെ പെട്ടെന്നൊന്നും കയറി സ്റ്റിക്ക് ആവില്ല. കണ്ടോ, ചെറിയൊരു ഹെയർ ലൈക്ക് പാറ്റേൺ ഒക്കെ അതിന്റെ ലെഗിന്റെ അറ്റത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു ആന്റി സ്റ്റിക്ക് പാഡിങ് പോലെയാണ്. അപ്പൊ മറ്റു ജീവജാലങ്ങള് ഇതിന്റെ അകത്ത് പെട്ടെന്ന് അതിന്റെ അകത്ത് ഇതാവും. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ, ഞാൻ ഒരു സ്പൈഡറിന് വെബിൽ ഒരു ഇൻസെക്ട് വന്ന് വീണെന്ന് വെച്ചോ, ആ ഇൻസെക്ട് എന്തുമാത്രം കിടന്ന് പിടയ്ക്കുന്നുവോ അത്രമാത്രമായി ആ വെബിൽ ട്രാപ്ഡ് ആവും. ആ രീതിയിലാണ് വെബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അധികം പിടച്ചാൽ കൂടുതൽ ട്രാപ്പ് ആവും. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. സർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ ഡി എം സിയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്റെ സംശയം, നമുക്കിപ്പോ ധാരാളം ഫിഷിംഗ് സ്പൈഡേഴ്സ് കേരളത്തിൽ ഒട്ടാകെ ഉണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് ഈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മഴക്കാലം അല്ലെങ്കിൽ വെതർ ചേഞ്ചും കാര്യങ്ങളും അവ എങ്ങനെയാണ് ഈ ഒരു വർഗത്തെ ബാധിക്കുന്നത്? ഈ ഒരു ടോട്ടൽ ഒരു എന്താണ് സ്പൈഡേഴ്സ് എന്നുള്ള രീതിക്കും, പിന്നെ എസ്പെഷ്യലി ഫിഷിംഗ് സ്പൈഡേഴ്സ്, പിന്നെ ഏതെങ്കിലും സ്പൈഡേഴ്സ് അണ്ടർ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടയിടുകയോ അല്ലെങ്കിൽ പ്രജനനം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സാർ ഇന്നേ വരെ കാണാൻ പറ്റിയിട്ടുണ്ട്? ഒന്നാമത് ഫിഷിംഗ് സ്പൈഡർ ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അത് ഞാൻ കണ്ടത് തന്നെ ഭൂത്താൻകെട്ട് ഏരിയയിൽ മാത്രമാണ്. ഭൂത്താൻകെട്ട് മറ്റേ തട്ടേക്കാട് പ്രദേശത്താണ് ഞാൻ ഇങ്ങനെ കണ്ടേക്കണം. അവിടെ നിന്ന് മാത്രമേ ഞാൻ ഒരു ഫോട്ടോയിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ മറ്റു പല പ്രദേശത്തു നിന്നൊന്നും ഇതിനെ എനിക്ക് അങ്ങനെ കോമൺ അല്ല.
പിന്നെ ഇത് നമ്മൾ അതിനു വേണ്ടി തന്നെ അന്വേഷിച്ച് നടന്നാൽ ചിലപ്പോൾ കാണുമായിരിക്കും. പിന്നെ നിങ്ങൾ കാലാവസ്ഥയുടെ മാറ്റം സ്പൈഡറുകൾക്ക് അധികം ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ടാക്കാനുള്ള കാരണം ഇതെല്ലാം വളരെ ചെറിയ ജീവജാലങ്ങളല്ലേ. അതിന്റെ ഹാബിറ്റാറ്റ് അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനുള്ള ഇത് കഴിവുകളുണ്ട്. പിന്നെ ഇപ്പൊ വെള്ളമൊക്കെ വന്നാലും കാടിന്റെ ഉള്ളിൽ വെള്ളമൊക്കെ വന്നാലും ഇത് വല്ല മരത്തിലോ മറ്റോ ഒക്കെ കയറി അത് രക്ഷപ്പെടും. ഇപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഈ മണ്ണിൽ പൊത്തുണ്ടാക്കി ജീവിക്കുന്ന ജീവജാലങ്ങൾ ഈ സ്പൈഡറൊക്കെ ചത്തുപോകില്ലേ വെള്ളമൊക്കെ ഇട്ട് വരുമ്പോ. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ചാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത് വളരെ അഡാപ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോ മരത്തിലൊക്കെ കയറി എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പിന്നെ ചെറിയ രീതിയിലുള്ള ഈ പല പൊത്തുകളും വളരെ വാട്ടർ പ്രൂഫ് ആണ്. ശരിക്കും സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും വലിയ ഡാമേജ് വരാൻ സാധ്യതയില്ല. അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ആർ എന്തെങ്കിലും ഇതിന് ഇല്ല മുന്നേ? ഇല്ല, ഭയങ്കര പ്രയാസമാണ് നമ്മൾ ആഗ്രഹിച്ചാലും അതൊക്കെ നടത്താനായിട്ട്. ഇതെല്ലാം നമ്മള് അതിനകത്തൊരു ഇപ്പൊ ഞങ്ങള് തന്നെ ഒരു വനത്തെ കുറിച്ചുള്ള ഒരു പഠനം തന്നെ നടത്തണമെന്ന് വിചാരിച്ചിട്ട് അത് ഭയങ്കര പ്രയാസമാണ്. കാരണം സ്പൈഡറിൽ നിന്ന് വെനം നമുക്ക് എടുക്കണമെങ്കിൽ സ്പൈഡറിനെ ആദ്യം ലൈവ് ആയിരിക്കണം. ലൈവ് ആയിട്ടുള്ള സ്പൈഡറിന്റെ അതിൽ നമ്മൾ ഷോക്ക് കൊടുത്തിട്ട് എടുക്കണം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പൊ അതെല്ലാം അതിനുള്ള നല്ല ഫണ്ടിങ് ഒക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, ഈ വിഷയത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ 9:45 വരെ ആക്കിയത്. ഒരു 1.5 മണിക്കൂറിന് തീർക്കുന്നതായിരുന്നു. പിന്നെ ചോദ്യം ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അതില് വളരെ ആവേശത്തോടു കൂടി വിഷയാവതരകൻ മറുപടിയും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമ്മളെ ഇതില് കയറിയ വെബിനാറിൽ കയറിയ ആളുകളോട് പറയാനുള്ളത്, സുനിൽ ഇവിടെ തന്നിരിക്കുന്ന ലിങ്കുകളുണ്ട്, ബ്ലോഗ് ഉണ്ട്, അതുപോലെ വെബ്സൈറ്റുകളുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എല്ലാ വർഷവും പുതിയ ന്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടും, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോണോ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുതിയ ലിസ്റ്റ് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് റെഫർ ചെയ്യാവുന്നതാണ്. നമുക്ക് സമയം അതിക്രമിച്ച് ഏതായാലും ഈ പരിപാടി അവസാന ഘട്ടത്തിലാകണം. ഔപചാരികമായി നന്ദി പറയുന്നതിന് രേഷ്മയെ ക്ഷണിക്കുകയാണ്. രേഷ്മ, കേൾക്കാമോ? വോക്ക് വിത്ത് വി സി കൂട്ടായ്മയുടെ 34ാം വെബിനാർ ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്പീഷീസ് ഓഫ് കേരള എന്ന വിഷയം കൈകാര്യം ചെയ്ത ഡോക്ടർ സുനിൽ ജോസ് സാറിന് നന്ദി പറയുക എന്നതാണ് എന്റെ കടമ. ആദ്യം തന്നെ പറയാം, അതൊരു ഓട്ടപ്രദക്ഷിണം ആയിരുന്നില്ല. കാര്യം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് സ്പൈഡറിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്ക് സ്പൈഡറിനെ പറ്റി അറിയാവുന്ന ഏറ്റവും അധികം അറിവുകൾ നമുക്ക് ഈ 1 മണിക്കൂർ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു കേൾവിക്കാരി എന്ന നിലയിൽ എനിക്ക് ഉറച്ചു തന്നെ പറയാൻ പറ്റും. 8 കാലി എന്ന് നമ്മൾ എല്ലാവരും പറയും. ഈ 8 കാലുകൾ കൊണ്ട് അവർക്ക് എന്നാ ഗുണമെന്നൊന്നും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇന്നാണ് അതിനെപ്പറ്റി മനസ്സിലായത്. 8 കണ്ണുകളുള്ള കാര്യവും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന് ഉപകാരമാകുന്നതെന്നും മനസ്സിലായത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാണ് ഒരു ആമുഖത്തിലൂടെ സാർ ചെയ്തത്. അതുപോലെ 8 കാലിയുടെ ഉപകാരങ്ങൾ പറഞ്ഞു തന്നപ്പോഴും ഞാന് ഉപകാരം എന്ന് കേട്ടപ്പോഴേ ഓർത്തു ബയോളജിക്കൽ കൺട്രോൾ. അതല്ലാതെ വേറെ എന്നാണ് ചിന്തിച്ചത്. അത്രയും നമുക്ക് നോളജ് ഇല്ല. അപ്പൊ അതിൽ നിന്ന് ബുള്ളറ്റ് പ്രൂഫ് അല്ലെങ്കിൽ ബയോസ്റ്റീല്, പെയിൻ കില്ലർ, നെർവ് സെൽസ് റിപ്പയറിങ്, അങ്ങനെ കേട്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എത്ര ചെറുതായി പോയി എന്നാ തോന്നിയത്. അപ്പം അതൊരു ഭയങ്കര വലിയൊരു അറിവായിരുന്നു. അതുപോലെ സ്പൈഡർ, ഗോട്ട്, അതൊക്കെ നമ്മള് റിസർച്ച് ഫീൽഡിലൊക്കെ നിൽക്കുന്നവരായിട്ട് പോലും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നോളജ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അത് ശരിക്കും ഇന്ന് മാറിയെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ സ്പൈഡർ ബലൂണിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് സ്പൈഡർ ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്രയും നല്ലൊരു ടേം ഉണ്ടെന്നോ ഇങ്ങനെ കാര്യങ്ങളുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് അതെല്ലാം മനസ്സിലാക്കി. അതുപോലെ തന്നെ സ്പൈഡർ ഡൈവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്നതുമായിട്ടുള്ള സ്പൈഡേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഓരോ സ്പൈഡേഴ്സിന്റെ പറയുമ്പോഴും അതിന്റെ ഓരോന്നിന്റെ പ്രത്യേകത, എങ്ങനെയാ പേര് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അത് രജിസ്റ്റർ ആവാനുള്ള രീതിയിലുള്ള വ്യക്തമായ ഒരു വിവരണം തരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ പേരോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും അത് രജിസ്റ്റർ ആയിട്ടുണ്ട് മനസ്സിൽ. ആ ഫോട്ടോസ്, അതുപോലെ മനോഹരമായ ഫോട്ടോസ് ആണ് വെച്ചത്. അപ്പൊ
എന്തുകൊണ്ടും ഈ കേട്ട എല്ലാവർക്കും സ്പൈഡറിനെ പറ്റി വളരെ നല്ല ഒരു അറിവുകൾ കിട്ടിയിട്ടുണ്ട്. സാറിന് ഞാൻ വോക്ക് വിത്ത് VC കൂട്ടായ്മയുടെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ച ആളുകൾക്കും കേൾവിക്കാരായി ഉണ്ടായിരുന്നവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു ഓക്കെ ഫ്രം മൈ താങ്ക് യു സൈഡ്. സുനിൽ. മീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.